ഹലോ എവരി വൺ. അങ്ങനെ നമ്മുടെ ഒരു ആനുവൽ എക്സാമിന്റെ മാത്തമാറ്റിക്സ് എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻസിന്റെ ആ ഒരു ഫുൾ ഓൺ പവറിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും. ഒരുപാട് ആളുകൾ പല ലെവലിൽ നിൽക്കുന്നവരുണ്ടാവും. ചിലർ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ചിലർ ഇതുവരെ തുടങ്ങാത്തവരുണ്ടാവും, പഠിച്ചിട്ടും ഇനിയും കംപ്ലീറ്റ് ചെയ്യാതെ ഇനി എന്താ ചെയ്യേണ്ടത് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല കാറ്റഗറി ആളുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരു മെജോറിറ്റി ആളുകളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയും ഒന്നും അറിയില്ല, ഫുള്ളി സീറോ ആണ് എന്നുള്ളവരൊക്കെ കുറവായിരിക്കും. കുറച്ച് പേരുണ്ടാകും, എന്നാലും കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളിൽ മേ ബി ഒരു 4-5 വർഷത്തൊക്കെ വെറുതെ ജസ്റ്റ് റാൻഡം ആയിട്ട് പബ്ലിക് എക്സാമിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് 10th ആയിക്കോട്ടെ, 9th, 8th അല്ലെങ്കിൽ ഏത് ക്ലാസ്സും കേരള സിലബസിൻ്റെ അണ്ടറിൽ വരുന്ന ഏത് ക്ലാസ്സിൻ്റെതായാലും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. എല്ലാത്തിലും ഒരു കോമൺ ട്രെൻഡ് കാണാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിന് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക, അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമിലർ ആയിട്ട് വരിക, ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് എല്ലാ വർഷങ്ങളിലും ഉണ്ട്. അപ്പോൾ ഒരാള് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാതെ ഡയറക്റ്റ് എക്സാം ഹാളിൽ പോയി ഇരുന്ന് എഴുതുന്നതും, അല്ലെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി ആ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകുന്നതും ഇത് രണ്ടും രണ്ട് സംഭവമാണ്. അപ്പം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ട്രെൻഡിൽ പിടിച്ചിട്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. കാരണം മറ്റൊന്നുമല്ല, അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും, സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾക്ക് A+ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചവർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങളും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും ഇവിടെ, എന്നാലും അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇനിയുള്ള ബാക്കി സമയത്ത് നിങ്ങളും കൂടെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ കുറേ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്ത എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇന്ന് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ടൈപ്പാണ് ഓരോ ചാപ്റ്ററിനും വരുന്ന അതിൻ്റെ നേച്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. പക്ഷെ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെയും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം കുറേ കഥ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾക്ക് ഇനിയുള്ള സമയം 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിതൗട്ട് എനി ഡിലേ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, സംഖ്യാരേഖയിൽ 3, -5 എന്നീ സംഖ്യകളെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്താണ്? ഇൻ ദ നമ്പർ ലൈൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് റെപ്രസെന്റിംഗ് നമ്പേഴ്സ് 3 and -5? അപ്പോൾ നമ്പർ ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന അല്ലേ. സെൻറ്ററിൽ 0 ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ട് 1, 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ -1, -2, -3, -4 എന്നിങ്ങനെ പോകുന്നുണ്ട്. ഇനിയും വേണമെങ്കിൽ -5 കൂടി എഴുതാം. ഓക്കെ, ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും പോകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലോട്ട് ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, 3 - 5 ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 3ഉം -5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ജസ്റ്റ് സിമ്പിൾ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്പർ ലൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ജസ്റ്റ് പ്ലോട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടും. പക്ഷേ വലിയൊരു നമ്പർ ആണെങ്കിൽ ഇരുന്നിട്ട് നമ്പർ ലൈൻ മാർക്ക് ചെയ്ത് അതിൽ ഓരോന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 10 മാർക്കിന്റെ സമയം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഐഡിയ പഠിച്ചു വെക്കണം. ഇങ്ങനെ ഈ ഒരു ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡയഗ്രാം എങ്ങനെയാണ് വരിക എന്നുള്ളൊരു ഐഡിയയും നമുക്ക് വേണം. അപ്പോൾ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. നിങ്ങൾ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8 ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 ആണെന്നുള്ള ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഇനി ഡയഗ്രാം നോക്കാതെ നമുക്ക് മനസ്സിലാവും. എങ്ങനെ ചെയ്താൽ മതി, നമ്മളൊരു മോഡുലസിന്റെ അകത്ത് ഇവർ രണ്ടുപേരും നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. എന്തിനാ മോഡുലസ് ഇടുന്നത്, മോഡുലസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അകലം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നമ്പറാണ്.
അല്ലെ? എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് പറയാ? പോസിറ്റീവ് ആയിട്ടാണ് പറയാ. 10 കിലോമീറ്റർ പോയി, അല്ലെങ്കിൽ 20 കിലോമീറ്റർ പോയി, അല്ലെങ്കിൽ 5 മീറ്റർ ലെങ്ത്, ഇങ്ങനെയാണ് പറയാം. -5 മീറ്റർ എന്നോ -10 കിലോമീറ്റർ എന്നോ പറയാറില്ല. അപ്പൊ അത് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മോഡുലസ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആര് തമ്മിൽ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ 3 മൈനസ് രണ്ടാമത്തെ ആൾ എന്താ -5, 3 മൈനസ് -5 നോക്കുകയാണെങ്കിൽ മോഡുലസിന്റെ അകത്ത് എന്ത് വരും? 3 മൈനസ് -5. ആ രണ്ട് മൈനസുകൾ കൂടി പ്ലസ് ആയിട്ട് മാറും. അപ്പൊ 3 പ്ലസ് 5 എന്നായിട്ട് മാറും. 3 പ്ലസ് 5 എന്താ 8 ആണ്. അപ്പൊ മോഡുലസിന്റെ അകത്ത് 8 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ ഡയഗ്രാം വരച്ച് നോക്കിയപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1 2 3 4 5 6 7 8 അല്ലെ? ഇനി ഇത് നിങ്ങൾ തിരിച്ചാണ് ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പൊ 3 മൈനസ് -5 ചെയ്തതിന് പകരം -5 -3 ഒരാൾ ചെയ്തു എന്ന് വിചാരിക്കാം. തിരിച്ചിട്ടു. 3 ഫസ്റ്റും -5 രണ്ടാമത് എടുത്തതിന് പകരം -5 ഫസ്റ്റും 3 രണ്ടാമത് എടുത്തു. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? -5 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7th പഠിക്കുന്നതാണ് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊക്കെ 7th നിങ്ങൾക്ക് അറിയുന്ന. അപ്പൊ ഇവിടെ -5 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -8 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ മോഡുലസിന്റെ അകത്ത് -8 വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 8 തന്നെയായിരിക്കും ആൻസർ വരിക. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനി ടു നമ്പേഴ്സ് തമ്മിൽ, നമ്പർ ലൈനിൽ വരുന്ന എനി ടു നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ മോഡുലസ് ഇട്ട് കൊടുക്കുക. അതിന്റെ അകത്തുനിന്ന് ഒരാളിൽ നിന്ന് മറ്റാളെ സബ്ട്രാക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോ പ്രോബ്ലം. റെഡി? അടുത്തത്, ഇവയുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? മധ്യബിന്ദു, സെന്ററിൽ വരുന്ന ആള്. സെന്ററിൽ വരുന്ന ആൾ ആരായിരിക്കും? നിങ്ങൾ നോക്കിയ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ടോട്ടൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 ആണ്. അപ്പൊ ഇവരുടെ കറക്റ്റ് സെന്ററിൽ വരുന്ന ആളായിരിക്കും ഒരു 4 അല്ല? സെന്ററിൽ വരുന്ന ആളിന് ഒരു സൈഡിലോട്ട് 4 വരണം, അടുത്ത സൈഡിലോട്ട് 4 വരണം. അപ്പൊ ഇവിടുന്ന് -1 ആയിരിക്കണ്ടേ? അപ്പം 1 2 3 4. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലും 1 2 3 4. അപ്പൊ ഇവിടെ സെന്ററിൽ വരുന്ന ആള് അഥവാ -1 ആയിരിക്കും എന്ത് ചെയ്യാം? ഇവരുടെ കറക്റ്റ് സെൻട്രൽ വരുന്ന പോയിന്റ് അഥവാ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് നമ്പർ റെപ്രസെന്റ് മിഡ് പോയിന്റ് ഓഫ് ദീസ് പോയിന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? -1 ആയിരിക്കും. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് 8 ആണ്. അപ്പൊ -1ൽ നിന്ന് 3ലോട്ട് നോക്കുകയാണെങ്കിലും -1ൽ നിന്ന് -5ലോട്ട് നോക്കുകയാണെങ്കിലും 4 യൂണിറ്റ്സ് ആണ് വരിക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. ലോജിക് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 4/7 ഉം 6/7 ഇടയിലുള്ള ഒരു സംഖ്യ എഴുതുക. റൈറ്റ് എ നമ്പർ ബിറ്റ്വീൻ 4/7 ആൻഡ് 6/7. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. 4/7 ഉം അതുപോലെ തന്നെ 6/7. നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്റർ 7 7 സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? 5/7 എന്ന് പറയുന്ന നമ്പർ ഇവരുടെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് വരിക. കാരണം ഇവരുടെ എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ 4 ആണ്, ഇവിടുത്തെ ന്യൂമറേറ്റർ 6 ആണ്. സോ അവരുടെ ഇൻബിറ്റ്വീൻ വരുന്ന 5/7 എന്തായിരിക്കും? ആ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഇടയിൽ വരുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. വേറെ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ കൊടുത്തു വിചാരിക്കാം. 1/7 ഉം 6/7 ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചു. 1/7 ഉം 6/7. 1/7 ഉം 6/7 തമ്മിൽ അപ്പൊ ആരൊക്കെ വരാം ഇടയിൽ? 2/7 വരാം, 3/7 വരാം, 4/7 വരാം, 5/7 വരാം. ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തതല്ല. ഈ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഇൻബിറ്റ്വീൻ ആയിട്ട് വരാൻ പറ്റും. ഐഡിയ ക്ലിയർ ആയല്ലോ? ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ്. ഇവിടെ 7ഉം ഇവിടെ വേറെ ഏതെങ്കിലും ഒരു നമ്പറും ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സിംപിളി നോക്കി എഴുതാൻ കഴിയില്ല. അത് നമ്മൾ അടുത്തതിന്റെ സബ് ക്വസ്റ്റ്യനിൽ പറയും. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ന്യൂമറേറ്റേഴ്സ് നോക്കിയിട്ട് ആ ന്യൂമറേറ്റേഴ്സിന്റെ ഇൻബിറ്റ്വീനുള്ള ന്യൂമറേറ്റേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ തന്നെ ഈസി ആയിട്ട് കാര്യം കഴിയും. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങളെ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 1/2 1/3 ഇടയിലുള്ള സംഖ്യ എഴുതുക. റൈറ്റ് എ നമ്പർ ബിറ്റ്വീൻ 1/2 ആൻഡ് 1/3. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ? ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തപ്പോ അവിടെ ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ 1/2 ആൻഡ് 1/3 ആണ് വരിക. 1/2 ആൻഡ് 1/3. ഓക്കെ, ഇങ്ങനെ വരുന്ന കേസിൽ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അത് ഒന്നുകിൽ നിങ്ങൾക്ക് അവരുടെ LCM എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, രണ്ടിന്റെ LCM എന്താണെന്ന് നോക്കുക, എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ സിംപിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഇവിടുത്തെ ഡിനോമിനേറ്റർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിനോമിനേറ്റർ 3 ആണ്. ആ 3 ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ന്യൂമറേറ്ററിനെയും ഇവിടുത്തെ ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 ആണ്. അത് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ രണ്ടാൾക്കാരെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? 2 2. ഓക്കെ, ഇപ്പൊ എന്തായി മാറി? നിങ്ങൾ നോക്കിയേ, 1 × 3 3 ആണ്, ബൈ 2 × 3 6 ആണ്. ഇവിടെ എന്തായി മാറി? 1 × 2
2 ആണ്, 3 into 6 ആണ്, 2/6. ഓക്കെ, അപ്പോൾ 3/6 2/6 ആയി. ഇപ്പൊ ഇവർ രണ്ട് പേരുടെയും ഡിനോമിനേറ്ററുകൾ സെയിം ആയി മാറി അല്ലെ. രണ്ടുപേരുടെ ഡിനോമിനേറ്റർ എന്താ 6 6. അപ്പൊ 3ഉം 2 ആണ് ഇവിടെ ഉള്ളത്. നേരത്തെ കേസിൽ 4ഉം 6ഉം ആയതുകൊണ്ട് 4നും 6നും ഇൻ ബിറ്റ്വീൻ 5 ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് 3ക്കും 2നും ഇടയിൽ നമുക്ക് ഇനി ഒരു നാച്ചുറൽ നമ്പർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിജർ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഇവരെ ഒന്ന് വലുതാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ചും വരില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ വലുതാക്കാൻ വേണമെങ്കിൽ എനിക്ക് ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ 10 വെച്ച് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കാം. ഓക്കെ, വെറുതെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 into 10 30 വരും, താഴെ 6 into 10 60 വരും. ഇവിടെ 2 into 10 20 വരും, താഴെ 6 into 10 60 വരും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ട് ഇവിടെ 10 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയും ഞാൻ 10 വെച്ചു മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളത്. ഓൾറെഡി ഡിനോമിനേറ്റർ സെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 10ഉം ഇവിടെ വേറെ നമ്പറും ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഡിനോമിനേറ്റർ വീണ്ടും ഡിഫറെന്റ് ആകും. പക്ഷേ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് അവരുടെ ഇൻബിറ്റ്വീൻ വരുന്ന ആൾക്കാരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ 30/60 20/60 അല്ലെ, ചെറുതാരാ 20/60. പിന്നെ വേണമെങ്കിൽ ഫസ്റ്റ് 20/60 എഴുതാം, അല്ലെ വലുത് 30/60. ഇവരുടെ ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആക്ച്വലി 20/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? ഈ 2/6 തന്നെയാണ് അല്ലെ, അഥവാ 1/3 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആൾ തന്നെയാണ്. 1/3 നമ്മൾ 2/6 ആക്കി മാറ്റി, 2/6നെ വീണ്ടും ഒന്നും കൂടി നമ്മൾ എന്താക്കി മാറ്റി 20/60 ആക്കി. ഈ 20/60 ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/3 തന്നെയാണ് കിട്ടുക. സിമിലർലി 30/60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? 3/6 അഥവാ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 1/2 തന്നെയാണ്. അവരെ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. ഇനി ഇവരുടെ ഇൻബിറ്റ്വീൻ വരുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു തുല്യമാണ്? ഈ 1/2നും 1/3നും ഇടയിലുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിന് തുല്യമാണ്, ഈക്വൽ ആണ്. അവിടെ ചേഞ്ച് ഒന്നും വരില്ല. കാരണം 1/2ഉം 1/3നെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് 20/60 30/60 എന്നൊക്കെ ആക്കുന്നത്. ക്ലിയർ അല്ലേ? ഇവരുടെ ഇൻബിറ്റ്വീൻ വരുന്ന എത്ര ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? 21/60 പറ്റും, 22/60 23/60 ഇങ്ങനെ എഴുതി അവസാനം 29/60 വരെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? ഇവരുടെ ഇൻബിറ്റ്വീൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരാളെ മതി, ഇതിൽ ഏത് ഒരാളെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. ക്ലിയർ ആയോ? ഇനി ഒരാൾ ഇവിടെ 10ന് പകരം വേറെ നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? 3/6ഉം അതുപോലെ തന്നെ 2/6ഉം ആണ്. ഞാൻ രണ്ടുപേരെയും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കാം. അപ്പോൾ 3 into 5 ചെയ്യുന്നു, 6 into 5 ചെയ്യുന്നു, 2 into 5 ചെയ്യുന്നു, 6 into 5 എല്ലാവരെയും 5 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3 into 5 15 എന്ന് വരും, ഡിവൈഡ് ബൈ 6 into 5 30. ഇവിടെ 2 into 5 10 എന്ന് വരും, 6 into 5 30. നിങ്ങൾ നോക്കിയേ ആരൊക്കെയായി? 10/30 15/30 ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, ആണ്. അപ്പോൾ അവരുടെ ഇൻബിറ്റ്വീനുള്ള ആൾക്കാർ ആരൊക്കെയാ? 11/30 12/30 13/30 14/30 ഇവരൊക്കെ പറ്റും. അവരും എന്തുതന്നെയാണ് ആക്ച്വലി ഇവിടെയുള്ള നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള ഈ രണ്ടാൾക്കാരെ നമ്മൾ എന്ത് ചെയ്തതാണ്? ഇവിടെയുള്ള ഈ രണ്ടാൾക്കാരെ മോഡിഫൈ ചെയ്ത് എത്തിച്ചതാണ്. സിമിലർലി ആ ആൾക്കാരെ മോഡിഫൈ ചെയ്ത മറ്റ് രണ്ട് ഫോമാണിത്. അപ്പൊ ഇവരുടെ ഇൻബിറ്റ്വീനുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാലും അത് എന്തിന് ഈക്വൽ ആണ്? ഈ രണ്ടാൾക്കാരുടെ ഇൻബിറ്റ്വീൻ വരുന്നതിന് ഈക്വൽ ആണ്. സോ ഡിനോമിനേറ്റർ സെയിം അല്ലാത്ത ആൾക്കാർ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സെയിം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയും ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആംഗിൾ എ is equal to 30 ഡിഗ്രി, ആംഗിൾ ബി is equal to 90 ഡിഗ്രി, എ സി is equal to 16 സെന്റിമീറ്റർ. ബി സിയുടെ നീളം എന്ത്? എ ബിയുടെ നീളം എന്ത്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ബി സി? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ ബി? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്ന ബാക്കിയുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. കാരണം ഈ ട്രയാങ്കിളിൽ 30 60 90 അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് ഓൾറെഡി 90 ആണ്. സോ ഇത് 30 ആണെങ്കിൽ ഇയാൾ 60 ആയിരിക്കണം. അപ്പോഴേ ഇവർ 3 പേരും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുള്ളൂ. 30 60 90 വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, ഓക്കെ ഞാൻ ജസ്റ്റ് ട്രയാങ്കിൾ ഒന്നുകൂടി ഇവിടെ വരയ്ക്കാം. ഇത് 30 ആണ്, ഇത് 60 ആണ്, അതുപോലെ ഇത് 90 ആണ്. 30 60 90 വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അയാളുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ നിങ്ങൾക്ക് അറിയാം. 30യുടെ ഓപ്പോസിറ്റുള്ള ആൾ 1 ആയിരിക്കും, 60യുടെ ഓപ്പോസിറ്റുള്ള ആൾ √3 ആയിരിക്കും, അവിടുത്തെ ഹൈപ്പോന്യൂസ് 2 ആയിരിക്കും. അഥവാ 1:2 √3:2 എന്നുള്ളതാണ് അവിടെയുള്ള 30 60 90 വരുന്ന ഒരു ഏതൊരു ട്രയാങ്കിളുടെയും സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയാൻ കാരണം എന്താ? ഇതിന്റെ മീനിങ് ഇത് 1 സെന്റിമീറ്റർ ആണെന്നാണോ? അല്ല. 1:√3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്, അനുപാതമാണ്. എന്ത്? അതാവാം ആവാതിരിക്കാം, അത് എക്സാക്ട് വാല്യൂ അതാവാം ആവാതിരിക്കാം, പക്ഷെ റേഷ്യോ എന്താണ്? ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ 2 വരുന്ന ഈ ഒരു പൊസിഷനിൽ ഇവിടെ വന്നിട്ടുള്ള ആരാ? 16 ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒറിജിനലി വരേണ്ടത് 1:√3:2 എന്നുള്ള റേഷ്യോ ആണ്.
പക്ഷെ ആ 2ന് പകരം 16 വന്നു. എപ്പോഴാണ് 16 വരെ അവിടെ? ഈ 2നെ ഒരു 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അപ്പോ ഇവർ 3 പേരും തമ്മിലുള്ള റേഷ്യോ 1:√3:2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ചെയ്യൂല, ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 216 ആവാൻ ഇയാളെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. ആ ചേഞ്ച് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്കും വരും. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യേണ്ടി വരും? 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അപ്പോഴേ ഇവർ തമ്മിലുള്ള റേഷ്യോ വീണ്ടും സെയിം ആയിട്ട് നിൽക്കുകയുള്ളൂ. ഈ ഒരു റേഷ്യോയിലുള്ള ഒരാളെ മാത്രമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 3 പേരെയും ചേഞ്ച് ചെയ്യാം. 3 പേരെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല. 3 പേരെയും ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോകരുത് കേട്ടോ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാം ഒരേ നമ്പർ വെച്ചിട്ട്, ഒരു ചേഞ്ചും വരില്ല. മനസ്സിലായോ? നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഈ ഫ്രാക്ഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് വന്നില്ല? അവിടെ ചേഞ്ച് വന്നിട്ടില്ല. അല്ലെങ്കിൽ ചേഞ്ച് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി റേഷ്യോ തന്നെയാണ്. 1/2 എന്ന് പറഞ്ഞാൽ 1:2 ആണ്, അല്ലെങ്കിൽ 1/3 എന്ന് പറഞ്ഞാൽ 1:3 ആണ്. അപ്പൊ അവിടെ ഈ 2 ആൾക്കാരെയും ഒരേ നമ്പർ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടോ ഒരേ നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടോ ചേഞ്ചസ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 2 വരേണ്ടടുത്ത് 16 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 2ന് ഒരു 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ സ്ഥലത്തും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ക്വസ്റ്റ്യനിൽ ബി സിയുടെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ബി സിയുടെ ലെങ്ത് എന്തായിരിക്കും? ബി സി 1 × 8. അപ്പോൾ ബി സി = 8 ആണ്. ബി സി = 8 സെന്റിമീറ്റർ. നെക്സ്റ്റ് എ ബി ലെങ്ത് എന്തായിരിക്കും? അപ്പോൾ എ ബി = ഇവര് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. എ ബി = 8 × √3. 8√3 എന്ന് വരും. 8√3 സെന്റിമീറ്റേഴ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കാര്യം ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നു. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഒരു വോളിബോൾ ടീമിലെ 6 കളിക്കാരുടെ ഭാരം ചുവടെ കൊടുക്കുന്നു. ശരാശരി ഭാരം കണക്കാക്കുക. The weight of 6 players of a volleyball team are given below. Find the average weight. ആവറേജ് കാണാനുള്ള സംഭവം എന്താ? ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ? ഞാൻ ഇക്വേഷൻ ചെയ്തിട്ട് ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആവറേജ് കാണണമെങ്കിൽ ടോട്ടൽ സം ആദ്യം കാണണം. ടോട്ടൽ സം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്പേഴ്സ് ആരൊക്കെയാ? 51 ഉണ്ട്, 53, 57, 60, then 69 and 70. ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ? 1 2 3 4 5 6. 1 2 3 4 5 6. ഇവർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 7 + 3 10, 11 + 9 എന്ത് വരും? 22 ഇങ്ങോട്ട് ക്യാരി ഓവർ ആയിട്ട് വരും. പിന്നെ ബാക്കി ആരാളുള്ളത്? 5 + 5 10 ആണ്. 10 + 2 12 17. നിങ്ങൾ തന്നെ ഒന്ന് ആഡ് നോക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 5 + 5 10, 10 2 12 17 വരും. 17ഉം 6ഉം എന്ത് വരും? 17 6ഉം 23, 23ഉം 6ഉം 29, 29 7 36. ഓക്കെ, 360 ആണ് അവരുടെ സം. ഡിവൈഡ് ബൈ എത്ര പേരുണ്ട്? 1 2 3 4 5 6. അപ്പോൾ 360/6 എന്ന് വരും. നിങ്ങൾ ഡിവൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 60 എന്ന് വരും. കാരണം ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. 36 ഉണ്ട് അവിടെ. 36നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 6 ആണ് കിട്ടുക. പിന്നെ ഈ ഒരു 0 ഉണ്ട്, ആ 0യും കൂടി ഇട്ട് കൊടുക്കാം. സോ 60 വിൽ ബി ദ ആൻസർ. റെഡി? അപ്പോൾ ഇത് ആക്ച്വലി എന്തെങ്കിലും പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഓക്കെ, പാറ്റേൺസ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന, അപ്പോൾ 1 2 3 4 അങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ 2 4 6 അങ്ങനെ പോകുന്നു, 5 10 15 അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മീൻ ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. അവരുടെ സെൻറ്ററിൽ അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതി കഴിഞ്ഞാൽ സെൻറ്ററിൽ വരുന്ന ആളെ എടുത്താൽ മതി. ഓക്കെ, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇനി അങ്ങനെ ട്രെൻഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. നമ്മൾ ടോട്ടൽ സം കണ്ടിട്ട് ഡിവൈഡ് ബൈ നമ്പർ ചെയ്യാം. റെഡി അല്ലേ? ഇതാണ് ആവറേജ് കാണാനുള്ള ഐഡിയ. ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. AB 6 cm, BC 4 cm, CD-യുടെ മധ്യബിന്ദുവാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ ABCD is a rectangle. AB is equal to 6 cm. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 6 cm ആണ്. ആൻഡ് BC is equal to 4 cm. BC is equal to 4 cm. Then P is the midpoint of CD. P എന്ന് പറയുന്ന ആളെന്താണ്? CD-യുടെ മിഡ് പോയിന്റ് ആണ്. CD-യുടെ മിഡ് പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ APB? APB എന്ന് പറയുന്ന ട്രയാങ്കിൾ, APB എന്ന് പറയുന്ന ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ APB ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ട്രയാങ്കിൾ APB, ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. ഹാഫ് BH. ഇപ്പൊ ഇവിടെയുള്ള APB എന്ന് പറയുന്ന ട്രയാങ്കിളിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
അയാളുടെ ബേസ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറയുമ്പോൾ എന്താ? 6 ആണ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ് 6 ആണ് നമുക്ക് അറിയാലോ. ക്ലിയർ? കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ ബി 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആ സൈഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ആണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് ആണ് അല്ലെ. സോ ഞാൻ ഹൈറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ് വരിക അല്ലെ, പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ ആക്ച്വലി ഈ ഒരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതും അതുപോലെ തന്നെ ബി സിയും എല്ലാം സെയിം അല്ലേ. കാരണം ഇത് റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഇത് രണ്ടും എന്താ? റെക്ടാംഗിളിന്റെ ബ്രെഡ്ത്ത് ആണ്. അതിന്റെ പാരലൽ ആയിട്ട് പോകുന്ന ആളാണ് ഇയാള്. അപ്പൊ ഇയാൾ 4 ആണെങ്കിൽ ഇത് 4 ആണ്, ഇതും 4 ആണ്. സോ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇയാൾ എത്ര തന്നെയായിരിക്കും? 4 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് എത്ര കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. സോ 6 ഇൻറ്റു 4 24. 24ന്റെ ഹാഫ് 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. 12 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, പി എ ഡി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി എ ഡി? പി എ ഡി എന്ന് പറയുന്ന ആളാരാ? നിങ്ങൾ നോക്കിയേ, പി എ ഡി അല്ലെ. പി എ ഡി എന്ന് പറയുന്ന ആളാണ്. ഇനി നമുക്ക് അറിയുന്ന ഒരു സംഭവം ഉണ്ട്. പി എന്ന് പറയുന്ന ആള് ഡി സിയുടെ മിഡ് പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില്. പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ടോട്ടൽ എ ബി എന്ന് പറയുന്ന ആള് 6 ആണെങ്കിൽ സി ഡി എന്ന് പറയുന്ന ആളും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് 3 ആണ്, ഈ ലെങ്ത്തും 3 ആണ്. കാരണം മിഡ് പോയിന്റ് ആണ് പി. ഇനി നമ്മൾ ട്രയാങ്കിൾ പി എ ഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹാഫ് ബി എച്ച് ആണ്. പക്ഷേ അത് ആ ട്രയാങ്കിളിന്റെ പി എ ഡിയുടെ ബേസും പി എ ഡിയുടെ ഹൈറ്റും ആണ്. അപ്പൊ പി എ ഡിയുടെ ബേസ് ഞാൻ ഈ പി ഡി എന്ന് പറയുന്നത് ബേസ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതല്ലേ പി എ ഡി. അപ്പൊ അതിൽ പി ഡി എന്ന് പറയുന്ന ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് 3 ഇൻറ്റു ഇനി ഹൈറ്റ് എന്ന് പറയുന്ന ആളാരാ? ഇതാണ് ഹൈറ്റ്. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിളാ പി എ ഡി. ഇത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇയാളെ ബേസ് ആയി എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിലോട്ടുള്ള ഹൈറ്റ്. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ എ ഡിയെ ബേസ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും ഹൈറ്റ്. നോട്ട് ചേഞ്ച്. കാരണം റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത് ഞാൻ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി ആണ്. നമുക്കറിയാം ഇവിടെയുള്ള ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ലെങ്ത് ആണെങ്കിലും എല്ലാം എന്താണ്? ഒരേ വാല്യൂ ആണ്, 4 തന്നെയാണ്. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് പറയാം? ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറയാം. റെഡി അല്ലേ? അപ്പൊ എന്താ വരിക? 3 ഇൻറ്റു 4 12. 12ന്റെ ഹാഫ് 6 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സബ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ക്യൂ ഈസ് ടു ക്യൂ ബി ഈസ് ഈക്വൽ ടു 1:2 എങ്കിൽ എ ക്യൂ പി ഡി എന്ന ചതുർഭുജത്തിന്റെ പരപ്പളവ് എന്ത്? ഇഫ് എ ക്യൂ ഈസ് ടു ക്യൂ ബി ഈസ് ഈക്വൽ ടു 1:2 then what is the area of quadrilateral AQPD? the AQPD അല്ലെ, ഇതാണ് AQPD എന്ന് പറയുന്ന ആള്. ഇത് നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ ഇത് നമുക്ക് ഇതിലുള്ള ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. AQPD ആണ് കാണുന്നത്. അപ്പൊ AQPD എന്ന് പറയുന്ന ഇയാളത് കാണണമെങ്കിൽ ഓൾറെഡി ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം. ഇനി എന്ത് കണ്ടാൽ മതി? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി അതിലോട്ട് കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ AQPD എന്ന് പറയുന്ന ആ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ നമുക്ക് കിട്ടൂലേ? കിട്ടും. സിമ്പിൾ ആണ്. അപ്പോ ഇയാളുടെ ഏരിയ കാണണം എന്നുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷൻ സെയിം, ഹാഫ് ബി എച്ച്. അപ്പൊ ഇവിടെയുള്ള ഈ ടോട്ടൽ 6 ആണ്. ഈ ലെങ്ത് ടോട്ടൽ 6 ആണ്. അതിൽ എക്യും ക്യൂബും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് 2ഉം ഈ ലെങ്ത് 4ഉം ആയിരിക്കൂലേ? കാരണം എന്താ? ടോട്ടൽ 6 ആണ്. അപ്പൊ ഈ 2ഉം 4ഉം ആഡ് ചെയ്താൽ ടോട്ടൽ എന്ത് കിട്ടും? 6 കിട്ടും. 2ഉം 4ഉം തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ നോക്കിയേ, 2:4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:2 തന്നെയാണ് കിട്ടുക. സോ ഇത് എക്യും ക്യൂബും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെങ്കിൽ എക്യുവിന്റെ ലെങ്ത് 2 ആയിരിക്കും, ക്യൂബിയുടെ ലെങ്ത് 4 ആയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ AQPയുടെ ഏരിയയും കാണാം. ട്രയാങ്കിൾ AQP എന്താ ഏരിയ? സെയിം ഇക്വേഷൻ, ഹാഫ് ബി എച്ച്. പക്ഷെ ഇവിടുത്തെ ബേസ് ആരാ? AQ ആണ് ബേസ്. എത്രയാ? 2 ആണ്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ ആള്. ഹൈറ്റ് എന്താ? ഇയാളുടെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഹൈറ്റ് തന്നെയാണ്. കാരണം ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളാ. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റ് വരിക പുറത്തോട്ടാ വരിക. നിങ്ങൾക്ക് അറിയുന്നതാ അല്ലെ? ഈ സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ പുറത്തോട്ടാണ് വരിക. അപ്പൊ ഇവിടെ ഇതേ ഹൈറ്റ് തന്നെയാണ് എന്ത്? ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള ഹൈറ്റ് വരിക. 4 തന്നെയാണ് വരിക. സോ 2 × 4 8, 8.5 4 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? AQPD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. ഇയാളുടെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 6 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്.
ബാക്കി വരുന്ന ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 4 ആണെന്ന് കണ്ടുപിടിച്ചു. സോ ടോട്ടൽ വരും എന്താണ്? 6ഉം 4ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും അല്ലെ? രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. സോ 6 + 4 = 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ഏരിയ വരുന്നത്. റെഡി അല്ലേ? എല്ലാവർക്കും പെർഫെക്റ്റ്ലി ഓക്കെ ആണല്ലോ? ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാവും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, √3 × √3 = എത്രയാണ്? ഈസി പരിപാടി. √3 × √3 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? √3 × √3 അഥവാ √3യുടെ സ്ക്വയർ ആണ് അല്ലെ? √3 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3യുടെ സ്ക്വയർ ആണ്. അപ്പൊ ആ റൂട്ട് അങ്ങോട്ട് പോയി കഴിയും, ബാക്കി 3 ഉണ്ടാവും. √2 × √2 ആണെങ്കിൽ 2 ആണ്. √5 × √5 ആണെങ്കിൽ 5 ആണ്. √7 × √7 ആണെങ്കിൽ 7 ആണ്. അത്രേ ഉള്ളൂ. റെഡി? അടുത്തത്, √3 + √2 ആൻഡ് √3 - √2 ഇവയുടെ ഗുണനഫലം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് √3 + √2 ആൻഡ് √3 - √2? അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് അറിയണം. നിങ്ങൾ ഇങ്ങനെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, a + b × a - b = a² - b² ആണെന്നുള്ള ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും. a + b² a - b² ഒക്കെ പഠിച്ച കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതും പഠിച്ചിട്ടുണ്ട്. എത്ര ആള് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് √3 + √2 √3 - √2 തമ്മിലുള്ള പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലമാണ് ചോദിച്ചത്. √3 + √2 √3 - √2. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെയുള്ള a എന്നുള്ളതിന് പകരം √3 വന്നു, b എന്നുള്ളതിന് പകരം √2 വന്നു. അപ്പൊ a + b √3 + √2, a - b √3 - √2. അപ്പൊ എന്തായിട്ട് മാറും? ഇവിടെ a² എന്ന് പറയുന്ന ആളും b² എന്ന് പറയുന്ന ആളുമാണ് അല്ലെ? അപ്പൊ a² എന്ന് പറഞ്ഞാൽ എക്ക് പകരം ഇവിടെ √3 ആണെങ്കിൽ √3യുടെ സ്ക്വയർ മൈനസ് b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ bക്ക് പകരം √2 ആണ്. സോ √2ന്റെ സ്ക്വയർ. ഓക്കെ, √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, മൈനസ് √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 3 - 2 ആൻസർ വിൽ ബി 1. ഇത്രയുള്ള പരിപാടി. അപ്പൊ ആ ഐഡന്റിറ്റി എന്ത് ചെയ്താൽ മതി? അവിടെ യൂസ് ചെയ്താൽ മതി. റെഡി? അടുത്തത്, ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് √3 + √2ന്റെ വിൽക്രമം? Which among the following is the reciprocal of √3 + √2? ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? √3 + √2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 + √2 ആണ്. 1/√3 + √2. കാരണം ഏത് നമ്പർ എടുക്കുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് 10ന്റെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചാൽ 1/10 ആണ്. അല്ലെങ്കിൽ 1/20ന്റെ റെസിപ്രോക്കൽ എന്താ ചോദിച്ചാൽ 20/1 അഥവാ 20 ആണ്. ഉള്ള ആളെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 5/4ന്റെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ 4/5 ആണെന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഉള്ള ആൾ എന്ത് നമ്മൾ തിരിക്കുക എന്നുള്ളതാണ് റെസിപ്രോക്കലിന്റെ ഒരു ബേസിക് ഐഡിയ. അപ്പൊ ഇവിടെ നമ്മൾ √3 + √2 ചോദിച്ചപ്പോൾ തിരിച്ചു 1/√3 + √2. ഇനി 1/√3 + √2 എന്നുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി ചെയ്യണം. അഥവാ ഡിനോമിനേറ്ററിലുള്ള ആ റൂട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്ന പരിപാടി. അത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക? നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ എന്ന് പറയും. എന്ന് വെച്ചാല് ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ആളാരാ? √3 + √2. ആ സെന്ററിലുള്ള സൈൻ നമ്മൾ മാറ്റും, √3 - √2 ആക്കി മാറ്റും. ഓക്കെ, √3 + √2 അവിടെ ഉണ്ടെങ്കിൽ സെന്ററിൽ വരുന്ന സൈൻ മാറ്റി √3 - √2 ആക്കി മാറ്റി. അതാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ആ സെന്ററിൽ വരുന്ന സൈൻ മാറ്റുക. അപ്പൊ നമ്മൾ ഈ ഫ്രാക്ഷനിലെ ഡിനോമിനേറ്ററിൽ വരുന്ന ആളെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ ചേഞ്ച് വരും. ചേഞ്ച് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ ആളെ നമ്മൾ ന്യൂമറേറ്ററിലും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഫ്രാക്ഷൻസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ചെയ്യുക. ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്ന ആള് 1ഉം √3 - 2 ആണ്. സോ 1 × √3 - 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? √3 - √2 തന്നെയാണ് അല്ലെ? ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന ആളെ നിങ്ങൾ നോക്കിയേ, √3 + √2 × √3 - √2 ആണ്. അത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. √3 + √2ഉം √3 - √2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ് ആൻസർ എന്നുള്ളത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചത് കൊണ്ട് നമ്മൾ ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ √3 - √2/1 ഫൈനൽ ആൻസർ വിൽ ബി √3 - √2. √3 - √2 എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ സബ് ക്വസ്റ്റ്യൻസ് എല്ലാം കണക്റ്റഡ് അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ ഇവിടെ √3 മൈനസ് √2 എന്നുള്ളതാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തങ്ങളുടെ ആരം r എന്നും പരപ്പളവ് a എന്നും എടുത്ത് എയും r തമ്മിലുള്ള ബന്ധം എഴുതുക. By taking the radius of circles as r and area as a, write the relation between r and a. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന് വരുന്ന സെൻറ്ററിൽ നിന്നുള്ള സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റോടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് πr² എന്നുള്ളതാണ്. πr² അറിയുന്നതല്ലേ? ഇനി ചോദിച്ചെന്താ, വൃത്തങ്ങളുടെ ആരം r എന്ന് എടുക്കുക. ഓക്കെ, നമ്മൾ എടുത്തു, ഏരിയ a എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താ? a = πr² എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇനി വൃത്തങ്ങളുടെ പരപ്പളവ് ആരത്തിന് ആനുപാതികമാണോ വിശദമാക്കുക. whether the area is proportional to the radius, explain. ഏരിയ എന്ന് പറയുന്ന ആള് റേഡിയസിനോട് പ്രൊപ്പോർഷണൽ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഏരിയ = πr². അപ്പൊ ഏരിയ എന്ന് പറയുന്നത് r² എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഏരിയയും റേഡിയസും ഒരേപോലെയല്ല കൂടുക. റേഡിയസിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാക്കി അതിനനുസരിച്ചിട്ടല്ല ഏരിയയിൽ എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് വരിക. റേഡിയസിൽ ഉണ്ടാക്കുന്ന ഇൻക്രിമെന്റിനെ സ്ക്വയർ ചെയ്തിട്ടുള്ള ഇൻക്രിമെന്റ് ആണ് ഏരിയ വരിക, അല്ലെ? ഇപ്പൊ റേഡിയസ് ആദ്യം 2 ഉള്ള റേഡിയസിനെ 4 ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 2² ഉള്ളത് ഇപ്പൊ എന്തായിട്ട് മാറും? റേഡിയസിന്റെ സ്ക്വയർ 4² ആയിട്ടാണ് മാറാം. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ചേഞ്ചിന്റെ സ്ക്വയർ ചെയ്തിട്ടാണ് എഫക്ട് എന്ത് ചെയ്യുക, അപ്പുറത്തോട് ഉണ്ടാവുക. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ എന്തിനാണ് പ്രൊപ്പോർഷണൽ? റേഡിയസിനല്ല, റേഡിയസിന്റെ സ്ക്വയറിനോടാണ് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആയിട്ട് വരിക. റേഡിയസിനോടല്ല, റേഡിയസിന്റെ സ്ക്വയറിനോടാണ് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമഷഡ്ഭുജ സ്തംഭാകൃതിയിലുള്ള ഒരു തടി കഷ്ണത്തിന്റെ പാദ ചുറ്റളവ് 30 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. ഓക്കെ, the base of a wooden prism in a regular hexagon, its base perimeter is 30 centimeter and height is 5 centimeter. അപ്പോ ഇവിടെ ഉള്ള എന്താണ്? ഒരു സമഷഡ്ഭുജ സ്തംഭാകൃതി അഥവാ റെഗുലർ ഹെക്സഗൺ ബേസ് ആയിട്ട് വരുന്ന ഒരു സ്തംഭം അല്ലെങ്കിൽ ഒരു പ്രിസം അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിനൊരു ഡയഗ്രാം വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഡയഗ്രാം വരയ്ക്കാൻ അത്ര ഈസി അല്ല, പക്ഷെ എന്നാലും നമുക്ക് എന്ത് ജസ്റ്റ് വേണമെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ ഒരു ഡയഗ്രാം വരച്ചു നോക്കാം. ഓക്കെ, സോ ഇതാണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലത്തെ ഒരാൾ എന്തുണ്ടാവും, മുകളിലോട്ടും വരും, അല്ലെ? ഇതേപോലത്തെ ഒരാള് മുകളിലോട്ടും വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഒരാളും കൂടി വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. മുകളിലോട്ടും വരിക എന്ന് പറഞ്ഞാല്, ഇതിന്റെ മുകളിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ബേസ് എന്താണോ ആ സംഭവം തന്നെ എവിടെ ഉണ്ടാവും, ടോപ്പിലുണ്ടാവും. അതാണ് ഉദ്ദേശം. ഓക്കെ, ഏകദേശം ഒരു ഷേപ്പ് ഇത് തന്നെ ആയിരിക്കും എന്ത്, അതിന്റെ ടോപ്പ് സർഫസ് എന്ന് പറയാലോ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയതാണ്. നമുക്കൊന്ന് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവായിട്ട് സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ്, ഇത് നിങ്ങൾക്ക് വളരെ അറിയുന്ന തന്നെ ആവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കാന്നുള്ളൂ. ഓക്കെ, കാരണം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പ്ലോട്ട് ചെയ്തത് ഏകദേശം പ്ലോട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇവരുടെ സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കാം. ഏകദേശം ഞാനൊരു റഫായിട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. ഇനി ഇതിൽ ചോദിച്ചിട്ടുള്ള എന്താ, പാദ ചുറ്റളവ് 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ താഴെയുള്ള ബേസിന്റെ പെരിമീറ്റർ 30 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി റെഗുലർ ഹെക്സഗൺ ആണ്, സമഷഡ്ഭുജ ആയതുകൊണ്ട് തന്നെ ബേസ് ഓരോ സൈഡും എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. ടോട്ടൽ 30 ആണെങ്കിൽ ഓരോ സൈഡും 5 ആയിരിക്കും, അല്ലെ? മുകളിലും അതുപോലെ തന്നെ ഓരോ സൈഡുകളും എന്തായിരിക്കും, 5 ആയിരിക്കും, അല്ലെ? 5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. ഇനി ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ ഓരോരുത്തരുടെയും ഹൈറ്റും എന്തായിരിക്കും, 5 ആയിരിക്കും, അല്ലെ? ഹൈറ്റ് ഒക്കെ എന്താണ്, 5 ആയിരിക്കും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സ്തംഭത്തിന്റെ പാർശ്വമുഖ പരപ്പളവ് കണക്കാക്കുക.
അല്ലെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ ഭയങ്കര ഈസിയാ. ഞാൻ LSA കൊടുക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ LSA ഷോർട്ടായിട്ട് കൊടുത്തേ ഉള്ളൂ. എക്സാമിൽ നിങ്ങൾ ഫുൾ എഴുതാം. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നിങ്ങൾക്ക് ബേസിന്റെ പെരിമീറ്ററിനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് പ്രിസമാണ്. അപ്പോൾ ബേസിന്റെ പെരിമീറ്റർ എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. സോ 30 × 5 150 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ്. റെഡി അല്ലേ? ബേസിന്റെ പെരിമീറ്റർ. കാരണം എന്താ വെച്ചാൽ പാർശ്വമുഖം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും എടുക്കലാണ്. സൈഡിൽ വരുന്ന ഓരോ സൈഡിന്റെയും ഏരിയകൾ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. എല്ലാവരുടെയും ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ ബേസിന്റെ പെരിമീറ്ററിന് എന്ത് ചെയ്താൽ മതി? ഒരു ഹൈറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് 5 സെന്റിമീറ്റർ ഉയരമുള്ള 6 തുല്യ സമഭുജ ത്രികോണ സ്തംഭങ്ങളായി മുറിക്കുന്നു. ഒരു ത്രികോണ സ്തംഭത്തിന്റെ പാർശ്വമുഖ പരപ്പളവ് എന്തായിരിക്കും? ഇഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 6 ഈക്വൽ ഇക്വിലേറ്ററൽ ട്രയാങ്കുലർ പ്രിസം, വാട്ട് വിൽ ബി ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കുലർ പ്രിസം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഇയാളെ ഇനി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വെറുതെ കട്ട് ചെയ്യല്ല, ഇയാളെ ട്രയാങ്കുലർ പ്രിസംസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ. ട്രയാങ്കുലർ പ്രിസംസ് ആയിട്ട് എന്ത് ചെയ്യും? ഇയാളെ കട്ട് ചെയ്യും. അപ്പോ ഇവിടെ ഉള്ളത് എന്താ? ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പൊ അയാളെ മാറ്റിയിട്ട് ഇക്വലേറ്റർ ട്രയാങ്കുലർ പ്രിസം ആയിട്ട് കട്ട് ചെയ്തു. ഇനി എന്താ പറഞ്ഞത്? വാട്ട് വിൽ ബി ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ട്രയാങ്കുലർ പ്രിസം. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ട്രയാങ്കുലർ പ്രിസം നിങ്ങൾ എടുത്തു വിചാരിക്കാം. ഓക്കെ. ഒരു ട്രയാങ്കുലർ പ്രിസം എടുത്തു. താഴെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതേപോലെ തന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? 6 പീസായിട്ട് കട്ട് ചെയ്യും. അതിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ അയാളുടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു ഹെക്സഗൺ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ലെങ്ത്തുകളും 5 തന്നെ ആയിരിക്കും അല്ലെ? കാരണം അതെല്ലാം ഇക്വലേറ്റർ ട്രയാങ്കിൾസ് ആണ്. എല്ലാം 5 തന്നെ ആയിരിക്കും. അപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രയാങ്കുലർ പ്രിസത്തിന്റെ ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 5 + 5 + 5 15 ആയിരിക്കും വരിക. അപ്പൊ ആ ട്രയാങ്കുലർ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ട്രയാങ്കുലർ പ്രിസത്തിന്റെ ഓക്കെ, 15 ആണ് ബേസിന്റെ പെരിമീറ്റർ വരിക. ഹൈറ്റ് എന്ത് ആദ്യം ഉണ്ടായിരുന്ന ഹൈറ്റ് എന്താണോ അതേ ഹൈറ്റ് തന്നെയാണ്. ഹൈറ്റിൽ ചേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ ഇൻറ്റു 5 എന്ന് വരും. 50 × 5 75 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 75 സെന്റിമീറ്റർ സ്ക്വയർ. റെഡി അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? യെസ്. ഇതിനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഓരോ ഫേസ് കണ്ടിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എന്ത് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. P of x is equal to 4x minus 4 ആയാൽ P of 1, P of 2 എന്നീ സംഖ്യകൾ കണക്കാക്കുക. ഓക്കെ. P of x is equal to 4x minus 4. Find the numbers P of 1 and P of 2. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിട്ടുള്ള പോളിനോമിയൽ എഴുതുക എന്നുള്ളതാണ്. P of x ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ P of x is equal to എന്താണ്? 4x minus 4 ആണ്. P of x is equal to 4x minus 4. ഇനി കാണാൻ പറഞ്ഞത് ഒന്ന് P of 1 ആണ്. അപ്പൊ എന്താണ് സംഭവം? എക്സിന് പകരം ഇവിടെ ആര് വന്നു? 1 വന്നു. എക്സിന് പകരം 1 വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും എക്സിന് പകരം 4 × എക്സിന് പകരം 4 × 1 വരും. -4. 4 × 1 എന്താ വരിക? 4 -4. 4 - 4 എന്ത് വരും? 0 എന്ന് വരും. 4 - 4 0. ഇനി P of 2 ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ P of 2 is equal to എക്സിന് പകരം 2 വരും. അപ്പോൾ 4 × 2 -4 എന്ന് വരും. 4 × 2 8 ആണ്. 8 - 4 is equal to എത്ര വരിക? 4 എന്ന് ആൻസർ വരും. is equal to 4. ഈസി അല്ലേ? ഇനി അടുത്ത് പറഞ്ഞ് Q of 1 is equal to 1 ഉം Q of 2 is equal to 5 ഉമായ ഒരു ഒന്നാം കൃതി ബഹുപദം എഴുതുക. റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ Q of x where Q of 1 is equal to 1 and Q of 2 is equal to 5. ഇത് പല രീതിയിലും ചെയ്യാം. ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ലോജിക് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇത് ക്വസ്റ്റ്യൻ എങ്ങനെ വരികയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞൊരു Q of x കണ്ടുപിടിക്കണം അല്ലെ? ഒരു Q of x കണ്ടുപിടിക്കണം. അയാളുടെ സ്പെഷ്യാലിറ്റി എന്താ? Q of 1 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടണം എന്നാ പറഞ്ഞത്? 1 കിട്ടണം. Q of 2 കണ്ടു കഴിഞ്ഞാൽ 5 കിട്ടണം. Q of 2 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടണം. അപ്പൊ നമ്മളൊരു ജനറൽ ഫോർമാറ്റ് കൊടുക്കുക. അപ്പൊ ഒരു പോളിനോമിയലിലെ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ AX + B ആണ്. AX + B എന്നുവെച്ചാൽ എക്സ് വരുന്ന ഒരു ടേം ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് വരുന്ന ടേം, എക്സ് ഇല്ലാത്ത ടേം, അതേപോലെ തന്നെ. ഇനി Q of 1 ചെയ്ത് കഴിഞ്ഞാൽ 1 ആൻസർ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷനില് എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ആൻസർ 1 കിട്ടണം. അപ്പൊ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ A × 1 A + B is equal to എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ്. അതായത് ഇവിടെ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 1 കിട്ടണം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? എക്സിന്
നിങ്ങൾ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സിന് നിങ്ങൾ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരണം? ആൻസർ 5 വരണം. എക്സിന് 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കും a ഇൻറ്റു 2 2a പ്ലസ് ബി തന്നെയാണ്, അവിടെ എക്സ് ഒന്നും ഇല്ല. ഇസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടണം? 5 കിട്ടണം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയല്ലോ, ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5. ഫസ്റ്റ് ഇക്വേഷൻ a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. നിങ്ങൾ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയുടെയും ബിയുടെയും വാല്യൂ പുഷ്പം പോലെ കിട്ടും. കാരണം എന്താ? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ബി ഒരേപോലെയാണ്. അപ്പൊ ആ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് എന്റെ വാല്യൂ കിട്ടും, എ കിട്ടി കഴിഞ്ഞാൽ ബിയും കിട്ടും. അപ്പൊ ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്താൽ 2a നിന്ന് എ പോയി കഴിഞ്ഞാൽ എ ആയിരിക്കും ഉണ്ടാവുള്ളൂ. ബിയിൽ നിന്ന് ബി പോയി കഴിഞ്ഞാൽ 0 ആണ്. 5ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4 ആണ്. അപ്പൊ a പ്ലസ് 0 ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും വരിക? a ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. a ഇസ് ഈക്വൽ ടു 4. a 4 ആണെങ്കിൽ ബിയുടെ വാല്യൂ നമുക്ക് അവിടുന്ന് കണ്ടുപിടിച്ചൂടെ? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 കിട്ടണം എന്നുള്ളത് നമുക്ക് അറിയാലോ. a 4 ആണ്, 4 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 കിട്ടേണ്ടി വരും. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ 4ന് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 1 മൈനസ് 4 ദാറ്റ്സ് ഈക്വൽ ടു -3 കിട്ടും. ബിയുടെ വാല്യൂ -3. അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് മാറ്റാം. ax എന്നുള്ളത് a 4 ആണ്, 4x എന്നായിട്ട് മാറും. b -3 ആണ്, 4x -3 എന്ന് വരും. 4x -3. അപ്പോൾ ഇവിടെ എടുത്ത പോളിനോമിയൽ എന്താണ്? 4x -3. 4x -3യിലെ എക്സിൽ നിങ്ങൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. എക്സിൽ നിങ്ങൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തസ്തംഭത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. സ്തംഭത്തിന്റെ പാദ പരപ്പളവ്, വക്രമുഖ പരപ്പളവ് ഇവ കണക്കാക്കുക. ഓക്കെ. Radius of a cylinder is 10 cm and its height is 5 cm. Find the base area and the curved surface area of the cylinder. ഇപ്പോൾ ഏതൊരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ. സിലിണ്ടറിന്റെ റേഡിയസ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഡയഗ്രാം വരയ്ക്കുക റഫായിട്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഡയഗ്രാം വരയ്ക്കാനൊന്നും വലിയ പണിയില്ലല്ലോ. ഇനി എന്താ പറയുന്നത്? ഹൈറ്റ് 5 ആണ്, ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ്. ഇനിയോ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? ബേസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ബേസ് എന്താ? സർക്കിളാണ് അല്ലെ? ടോപ്പും ബേസ് ഒക്കെ എന്താണ്? സർക്കിളാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? πr² ആയിരിക്കും. അപ്പൊ പൈ ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പൊ 10² എന്ന് വരും. 10² എത്രയാ? 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കണേ കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി എന്താ പറയുന്നത്? കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ CSA എന്ന് കൊടുക്കാം. ഓക്കെ, കേർവ്ഡ് സർഫസ് ഏരിയ CSA. കേർവ്ഡ് സർഫസ് ഏരിയ ആണ് നമ്മുടെ ഇക്വേഷൻ എന്താ? 2πRh ആണ്. 2πRh എന്ന് വെച്ചാൽ ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് ആലോചിച്ചാൽ മതി. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പാർശ്വമുഖ പരപ്പളവ് ലാറ്ററൽ സർഫസ് ഏരിയ കാണുന്ന സമയത്ത് ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്നുള്ളത് ഓർത്താൽ മതി. സിലിണ്ടറിന്റെ കേസിലും എന്ത് ചെയ്യാം? ബേസിന്റെ പെരിമീറ്റർ 2πr ഇൻറ്റു ഹൈറ്റ് h 2πRh. അപ്പോൾ ഇവിടെ എന്തായി മാറി? 2 ഇൻറ്റു പൈ ഇൻറ്റു r, റേഡിയസ് എത്രയാ? 10 ഇൻറ്റു h, ഹൈറ്റ് എത്രയാ? 5. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു 10 20 ആണ്. 20 ഇൻറ്റു 5 100. സോ 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ. എന്ന് വെച്ചാൽ ബേസിന്റെ ഏരിയ എത്രയാണോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The curved surface area of a cylinder is equal to its base area and its height is 12 cm. What is its radius? എന്ന് വെച്ചാൽ ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ പരപ്പളവും പാദപരപ്പളവും തുല്യമാണ്. അപ്പൊ ഇവിടെ രണ്ടും തുല്യമായി വന്നതുപോലെ ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഉയരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എത്രയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതോ ഒരു സിലിണ്ടർ, ഏത് സിലിണ്ടർ ആണെന്ന് നമുക്കറിയില്ല, ഏതോ ഒരു സിലിണ്ടർ ഉണ്ട്, അയാളുടെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ 2πRh, അതുപോലെ തന്നെ അയാളുടെ ബേസ് ഏരിയ πr². ഇവർ രണ്ടുപേരും ഈക്വൽ ആകുന്ന കേസാണ് പറഞ്ഞത്. രണ്ടുപേരും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് പയ്യും നിങ്ങൾക്ക് കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു റേഡിയസും r² ഒരു റേഡിയസും കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. ബാക്കി എന്താണത്? 2h is equal to റേഡിയസ്, 2h is equal to r എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹൈറ്റ് തന്നിട്ട് വാട്ട്സ് ഇറ്റ്സ് റേഡിയസ് എന്ന് ചോദിച്ചത്. അപ്പൊ ഹൈറ്റ് 12 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എത്രയായിരിക്കണം? നിങ്ങൾക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ ഡബിൾ ആയിരിക്കണം ഈ ഒരു കേസിൽ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് 12 ആണെങ്കിൽ 2 ഇൻറ്റു 12 അഥവാ 24 ആയിരിക്കും റേഡിയസ് വരിക. 24 സെന്റിമീറ്റർ. സോ റേഡിയസ് ഇസ് ഈക്വൽ ടു 24
സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടുത്തെ കേസ് നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ ബേസിന്റെ ഏരിയയും കേർഡ് സർഫസ് ഏരിയയും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിന്റെ ഡബിൾ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നോക്കിയ റേഡിയസ് 10 ആണ്, ഹൈറ്റ് 5 ആണ്, 5ന്റെ ഡബിൾ അല്ലേ റേഡിയസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു സിലിണ്ടറിന്റെയും ബേസിന്റെ ഏരിയയും കേർവ്ഡ് സർഫസ് ഏരിയയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താ? റേഡിയസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഹൈറ്റ്, അല്ലെങ്കിൽ ഹൈറ്റിന്റെ ഡബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തോ അതിനെ ആൾജിബ്രായിക്കലി ജനറലി ചോദിച്ചതാണ് ബി ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ തന്നിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എഴുതുക, ഡയഗ്രാം ഉണ്ടെങ്കിൽ ഡയഗ്രാം വരയ്ക്കുക, ബാക്കി കിട്ടിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 7, 9, 11, 13, 15, 17, x എന്നീ സംഖ്യകളുടെ മാധ്യം 13 ആണ്. x ഏത് സംഖ്യയാണ്? If the mean of 7, 9, 11, 13, 15, 17 and x is 13, which number is x? അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ ഒരു ആവറേജിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്പേഴ്സ് തമ്മിലൊരു എന്തെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആളുകളെ മീൻ ആയിക്കോട്ടെ ആവറേജ് ആയിക്കോട്ടെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ നോക്കിയേ, 7, 9, 11, 13, 15, 17, x. ഈ നമ്പേഴ്സ് നിങ്ങൾ നോക്കിയേ, 7 + 2 ആണ് 9, 9 + 2 11, 11 + 2 13, 13 + 2 15, 15 + 2 17, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവരെ 1, 2, 3, 4, 5, 6, 7 റീഡിങ്സ് അവിടെയുണ്ട്, 7 ഡാറ്റ അവിടെയുണ്ട്. അവരുടെ മീന് മാധ്യം 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവരുടെ സെന്ററിൽ വരുന്ന ആളാ അല്ലെ? അങ്ങനെ സെന്ററിൽ വരുന്ന ആളാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് ഇതേ പാറ്റേണിൽ തന്നെ വരുന്ന ഒരു നമ്പർ ആയിരിക്കണം അല്ലെ? കാരണം ഇവരിങ്ങനെ ഒരു പാറ്റേണിലാണ് ഇവിടെ വരെ പോകുന്നത്. അപ്പൊ എക്സ് എന്നുള്ളത് ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഒന്നെങ്കിൽ ഈ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് 17 + 2 19 വരാം. പക്ഷെ അത് വരുമോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തി? എന്തുകൊണ്ടാ? കാരണം ഇവരുടെ മീൻ 13 ആണ്. അഥവാ ഇവരുടെ ഈ കംപ്ലീറ്റ് ഡാറ്റന്റെ കറക്റ്റ് സെന്ററിൽ വരുന്ന ആളാണ്. കറക്റ്റ് സെന്ററിൽ വരുന്ന ആൾ തന്നെ അവരുടെ മീൻ ആവണമെങ്കിൽ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിരിക്കണം. 19 അല്ലാത്ത വേറൊരു വാല്യൂ ആണ് അവിടെ എങ്കിൽ ഇവരുടെ മീൻ എന്ത് കിട്ടൂല? 13 കിട്ടൂല. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കണം? 19 ആയിരിക്കണം. ഇതാണ് ലോജിക്കലി പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യാം. ഓക്കെ, എന്ന് വേണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻ കേസ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ പാറ്റേൺ ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ നമ്പർ ആരൊക്കെയാ? 7 മുതൽ 9, 7, 9, 11, 13, 15, 17, x. അപ്പൊ ഇവരുടെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മീൻ ഈസ് ഈക്വൽ ടു 13 ആണ്. അങ്ങനെയാണെങ്കിൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. അപ്പൊ സം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് ആരൊക്കെയാ? 7, 9, 11, 13, 15, 17 അല്ലെ? പിന്നെ എക്സ് ഉണ്ട്. ഇത്രയും നമ്മൾ ആഡ് നോക്കാം. അപ്പൊ 9 + 1 10 ആണ്. 17, 20, 25, 25 7 32, 3 ഉണ്ടാവും ക്യാരി ഓവർ. 3 × 4, 5, 6, 7, 72 ആണ് വരിക. അപ്പൊ ടോട്ടൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72, പിന്നെ അതിന്റെ കൂടെ എക്സും കൂടി ഉണ്ട് അല്ലെ? ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 1, 2, 3, 4, 5, 6, 7 ആൾക്കാരുണ്ട്. ഇസ് ഈക്വൽ ടു ആണ് മീൻ കിട്ടുക. അപ്പൊ നമുക്ക് 72 + എക്സിനെ മാത്രം അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ 7 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 13 × 7 വരും. സോ 72 + x is equal to 13 × 7 എന്താ വരിക? നിങ്ങൾ മൾട്ടിപ്ലൈ നോക്കിയാൽ 3 × 7 21, 2 ഉണ്ടാവും, 7 91 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരിക? ഈ 72 അങ്ങോട്ട് കൊണ്ടുപോയാൽ 91 - 72 വരും. ഓക്കെ, 91 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? 89 ആണ്. 89 70 പോയി കഴിഞ്ഞാൽ എത്ര വരിക? 19 ആണ് വരിക. 19. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ചെയ്തുമ്പോൾ സമയത്തും എക്സിന്റെ വാല്യൂ 19 കിട്ടി. ഇവിടെ നമ്മൾ ലോജിക്കലി ആലോചിച്ചപ്പോഴും എക്സിന്റെ വാല്യൂ 19 കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റേൺ അവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് പറയാം, നോ പ്രോബ്ലം. ഇൻ കേസ് അതില്ല എന്നുണ്ടെങ്കിൽ, ഈ വാല്യൂസ് പാറ്റേണൊന്നും അല്ല, വേറെ എന്തൊക്കെയോ വാല്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊസീജിയറിലൂടെയും പോവാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 9 ഒറ്റ സംഖ്യകളുടെ മാധ്യം 13 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? ദ മീൻ ഓഫ് 9 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 13. റൈറ്റ് ദ നമ്പേഴ്സ്. നിങ്ങൾ നോക്കിയേ, 9 ആളുകളുണ്ട്. ആ 9 ആളുകളുടെ മീൻ 13 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 13 എന്ന് പറയുന്ന ആൾ സെൻട്രൽ വരുന്ന ആള്, ഒരു 4 ആളുകളെ ഇങ്ങോട്ടും കൊടുക്കുക, ഒരു 4 ആളുകളെ ഇങ്ങോട്ടും കൊടുക്കുക. അപ്പൊ 4 4 8ആയി. സെൻട്രൽ വരുന്ന 13 കൂടി 9 ആൾക്കാരായി. അപ്പൊ 4 ആളുകളെ ഇവരെല്ലാവരും ഞാൻ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13 കഴിഞ്ഞാൽ 15, 17, 19, 21. ഇനി പുറകോട്ട് നോക്കുകയാണെങ്കിൽ 11, 9,
11 9 7 5. അപ്പോൾ ഇവർ നോക്കി നിങ്ങൾ ഇതെല്ലാം കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഓഡ് നമ്പേഴ്സ് അല്ലേ ആണ്. 5 7 11 9 11 13 15 17 19 21. ഇവരുടെ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന ആളാണ് 13. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്, മനസ്സിലായോ? ഇനി 11 ആളുകൾ വേണമെങ്കിൽ ഇവിടെ ഒരാളും ആഡ് ചെയ്ത് കൊടുക്കാം. 13 ആളുകൾ വേണമെങ്കിൽ ഇവിടെയും 2 ആൾക്കാർ ഇവിടെ 2 ആൾക്കാർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഇനി വേറെ നമ്പേഴ്സ് ആണെങ്കിലും ഇതേ പരിപാടി തന്നെ, മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യാൻ ആക്ച്വലി ഇത്ര പണിയേ ഉള്ളൂ, ഈ 2 സ്റ്റെപ്പിൻ്റെ പണിയേ ഉള്ളൂ. ഇനി ഇതല്ലാത്ത നമ്പേഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. ഇരുമ്പ് കൊണ്ടുള്ള ഒരു ത്രികോണ സ്തംഭത്തിന്റെ പാദ പരപ്പളവ് 36 ചതുരശ്ര സെന്റിമീറ്ററും ഉയരം 18 സെന്റിമീറ്ററുമാണ്. സ്തംഭത്തിന്റെ വ്യാപ്തം എന്ത്? ബേസ് ഏരിയ ഓഫ് എ മെറ്റാലിക് ട്രയാങ്കുലർ പ്രിസം ഈസ് 36 സ്ക്വയർ സെന്റിമീറ്റർ. ഇറ്റ്സ് ഹൈറ്റ് ഈസ് 18 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ പ്രിസം ആണ്. അയാളുടെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള പ്രിസത്തിൻ്റെ ഒക്കെ ഇതാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സിലിണ്ടർ ആണെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് πr² ഇൻറ്റു ഹൈറ്റ് h ആണ്. πr² h ആണ് വോളിയം വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ബേസിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള പ്രിസത്തിന്റെ ബേസ് ഏരിയ 36 ആണ്, ഹൈറ്റ് 18 ആണ്. അപ്പോൾ 36 × 18 ആയിരിക്കും അതിന്റെ വോളിയം. 36 × 18 എത്ര വരിക? 36 × 18 6 × 8 48. 4 ഉണ്ടാവും. 3 × 8 4 28 വരും. 6 3 8 14 1 6 648 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. 6 × 48 6 × 8 48 4 ബാക്കി റിമൈൻഡർ ആയിട്ട് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ക്യാരി ഓവർ ആയിട്ട് അവിടെ ഉണ്ടാകും. പിന്നെ 3 × 8 എന്ന് വരും 24 ആണ്. 24 + 4 28 വരും. പിന്നെ 1 × 6 6 1 × 3 3 വരും. 8 ഉം 6 എന്ത് വരും? 14 ൽ 4 വരും. പിന്നെ 1 ഉണ്ടാവും. അപ്പോൾ 3 + 2 5 + 1 6 വരും. 648. റെഡി അല്ലേ? ഇനി if it is melted and recast into a square prism of base edge 2 cm, what will be its height? അപ്പോൾ ഈ വോളിയുള്ള ആളെ മെൽറ്റ് ചെയ്തിട്ട് ഒരു സ്ക്വയർ പ്രിസമായിട്ട് മാറ്റി, സമചതുര സ്തംഭമായിട്ട് മാറ്റി. ആ സമചതുര സ്തംഭത്തിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ബേസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ആ വോളിയം എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 648 ഈക്വൽ ആയിരിക്കും. കാരണം മെൽറ്റ് ചെയ്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ 648 തന്നെയായിരിക്കും വോളിയം. അപ്പം രണ്ടാമത്തെ ആളുടെ ആ ഒരു സ്ക്വയർ പ്രിസമായിട്ട് വരുന്ന ആളുടെ ബേസ് ഏരിയ എന്താ? ബേസിന്റെ എഡ്ജ് 2 ആണെങ്കിൽ ബേസ് സ്ക്വയർ അല്ലേ? സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിന്റെ സൈഡ് 2 ആണെങ്കിൽ ഏരിയ എന്താ? 4 × ഹൈറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഹൈറ്റ് കിട്ടണമെങ്കിൽ 648/4 ചെയ്താൽ മതി. 648/4 അല്ലേ? 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 648നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6ൽ സിംഗിൾ ടൈം പോകും. സോ 4 6 - 4 2 24ൽ എത്ര ടൈംസ് പോകും? 6 ടൈംസ് പോകും. 4 6 24 0 0. പിന്നെ 8 ഉണ്ട്. 8ൽ 2 ടൈംസ് പോകും. 2 × 4 8. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്തേ ഉള്ളൂ. സോ 162 എന്നുള്ളതായിരിക്കും ആൻസർ. 162 സെന്റിമീറ്റർ. ഓക്കെ, 162 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഹൈറ്റ് വരിക. കാരണം സിമ്പിൾ ആണ്. ഈ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വണ്ടിന്റെ വോളിയം എന്താണ്? സെയിം. അവിടെയുള്ള അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. 64 - 46 = 9 × അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 64ഉം 46ഉം തമ്മിലുള്ള സ്പെഷ്യാലിറ്റി എന്താ? ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്താണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ആ നമ്പറുകൾ റിവേഴ്സ് ചെയ്തിട്ടുള്ള പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ടിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇപ്പോൾ XY എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ. അയാൾ റിവേഴ്സ് ചെയ്ത് YX ആക്കി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 9 × x - y ആയിരിക്കും. ഓക്കെ, ഈ XY ലാർജർ നമ്പറും YX സ്മോളർ നമ്പറും ആണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്മോളർ നമ്പർ ഇത് ലാർജർ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ വരും. ഓക്കെ, എനിവേ നമ്മളിപ്പോൾ ഇവിടുത്തെ കേസിൽ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് അങ്ങനെ എടുത്തുള്ളൂ. അല്ലെങ്കിലും എടുത്തു കഴിഞ്ഞാൽ സെയിം ആയിട്ട് റെഡി ആയിട്ട് വരും, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഒരു നമ്പറിൽ നിന്ന് ആ നമ്പറിനെ റിവേഴ്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ 9 × ഇവിടെയുള്ള ഫസ്റ്റ് നമ്പറിന്റെ 10th പൊസിഷനിലുള്ള ആളും ഫസ്റ്റ് നമ്പറിന്റെ 1st പൊസിഷനിലുള്ള ആളും നമ്മളുടെ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? 9 × ഫസ്റ്റ് നമ്പറിന്റെ 10th പൊസിഷനിൽ 6 ആണ്, അടുത്ത പൊസിഷനിൽ വരാ 4 ആണ്. 6 - 4 എന്ന് വരും. അപ്പോൾ 9 × 6 - 4 അഥവാ 9 × 2 ആണ് വരേണ്ടത്. മനസ്സിലായോ? ഈ ഡൗട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. 64ൽ നിന്ന് 46 സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ എന്താ വരിക? 40 ൽ 6 പോയ 8 വരും. 5 ൽ 4 ആയ 1 വരും. 18 അഥവാ 9 × 2 തന്നെയാണ് അവിടെ ആൻസർ വരിക. 18ഉം 9 × 2 സെയിം തന്നെയല്ലേ? സെയിം.
അപ്പോൾ അതാണ് അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 13, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് സംഖ്യ ഏതാണ്? അപ്പൊ ഈ ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ഇപ്പൊ നമുക്ക് XY എടുക്കാം. ആ XYയിലെ അക്കങ്ങളുടെ തുക 13 ആണ് എന്ന് വെച്ചാൽ അതിലുള്ള എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 13 കിട്ടും. ഇനിയോ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. Okay, the number got by interchanging the digits is 27 more than the original number. അപ്പോൾ ഇവർ തമ്മിൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പൊ XY ഉണ്ട്, ആ XYനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ YX കിട്ടും. അപ്പൊ ഈ റിവേഴ്സ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്പർ ഗോട്ട് കിട്ടുന്ന നമ്പർ ഇന്റർചേഞ്ചിങ് ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ 27 മോർ ദാൻ ഒറിജിനൽ നമ്പർ. അപ്പൊ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പറിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് ഇറേസ് ചെയ്യാം, XY ആണ് ആദ്യം, പിന്നെന്ത് YX ആയിട്ട് മാറി അല്ലെ. ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YX ആണ്, അതാണ് ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞു. അപ്പൊ YXൽ നിന്ന് ആ ആദ്യത്തെ നമ്പർ XY ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 27 കിട്ടും. 27 കിട്ടും പറയാൻ കാരണം രണ്ടാമത് കിട്ടിയ നമ്പർ എന്താണ്? ആദ്യ നമ്പറിനേക്കാൾ 27 കൂടുതലാണ്. അപ്പൊ രണ്ടാമത്തെ നമ്പറിന് ആദ്യത്തെ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 27 കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഈ YX മൈനസ് XY ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇൻറ്റു ഫസ്റ്റ് ആളുടെ 10th പൊസിഷനിലുള്ള ആൾ Y മൈനസ് പിന്നെ X. നേരത്തെ നമ്മൾ XY മൈനസ് YX എടുത്തു, ഇവിടെ YX മൈനസ് XY എടുത്തു. എങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരേപോലെ കൊടുത്താൽ മതി, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇൻറ്റു Y മൈനസ് X ആണ് കിട്ടണ്ടേ. ആ ഞാൻ ഇൻറ്റു Y മൈനസ് Xന് പകരം ഇവിടെ വന്നത് ആരാ? 27 ആണ്. അപ്പം Y മൈനസ് X മാത്രം ഞാൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ഞാൻ ഇങ്ങോട്ട് പോയാൽ 27 ബൈ ഞാൻ എന്ന് വരും. അപ്പൊ 3 is equal to Y മൈനസ് X എന്ന് വരും അല്ലെ. അപ്പോൾ ഇവിടെയുള്ള Y മൈനസ് X, ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതാം. Y മൈനസ് X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് നമുക്കറിയാം, ഇവിടെ കിട്ടി. അതുപോലെ X പ്ലസ് Y അഥവാ Y പ്ലസ് X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടുന്ന് സോൾവ് ചെയ്തൂടെ? ചെയ്യാം. രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്യാം. Y പ്ലസ് Y 2Y ആണ്, മൈനസ് X പ്ലസ് X 0 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 പ്ലസ് 13 16 ആണ്. 2Y is equal to 16 എന്ന് വരും. Yയുടെ വാല്യൂ എത്ര ആയിരിക്കും? അപ്പോൾ 8 ആയിരിക്കും. Y 8 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വരിക? 5 ആണ്. എക്സിന്റെ വാല്യൂ 5. കാരണം എന്താ? X പ്ലസ് Y 13 കിട്ടണം. മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തന്നതാണ് നിങ്ങൾക്ക്. ഇതുപോലെ സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പറഞ്ഞത്. X പ്ലസ് Y 13 കിട്ടണം. അപ്പൊ X 8 ആണെങ്കിൽ Y 8 ആണെങ്കിൽ X എത്രയാവണം? 5 ആയെങ്കിൽ 8 പ്ലസ് 5 ചെയ്ത് കഴിഞ്ഞാൽ 13 എന്ന് പറയുന്ന ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ സംഖ്യ കിട്ടിയതാണ്, നമ്പേഴ്സ് ഏതൊക്കെയാണ്? 58 ആൻഡ് 85 അല്ലെ. നിങ്ങൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സംഭവം കിട്ടും. ഓക്കെ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 58ഉം നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? ും 85 യെസ് ഇല്ല, കുറച്ചില്ല, റെഡിയാണ്. 85ൽ നിന്ന് 58, ഓക്കെ 27 ആണ് മോർ ദാൻ വരുന്നത്. യെസ്, ഞാൻ നേരത്തെ 13 ആണെന്നുള്ളത് പെട്ടെന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോയി. സോ 85ൽ നിന്ന് 58 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക? 50 നിന്ന് 8 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 7 ആണ് ഉണ്ടാവുക. ഇവിടെ 7 5 പോയി കഴിഞ്ഞാൽ 27, സെയിം ആൻസർ കിട്ടും. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ നേരത്തെ 13 കിട്ടുന്ന ചിലതാണ് പെട്ടെന്ന് ആലോചിച്ചത്, പക്ഷേ 13 എന്ന് പറയുന്നത് അവരുടെ സമ്മായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ ആ നമ്പേഴ്സ് ആരാ? 58 അഥവാ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 85 കിട്ടുന്ന നമ്പർ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരം 2:3 എന്ന അംശബന്ധത്തിലും ഉയരം 9:4 എന്ന അംശബന്ധത്തിലുമാണ്. ഇവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? The radii of two cylinders are in the ratio 2:3 and their heights are in the ratio 9:4. What is the ratio of their volumes എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr²h ആണെന്ന് നമുക്കറിയാം. രണ്ടാൾക്കാരുണ്ട്. ഫസ്റ്റത്തെ ആളുടെ വോളിയം V1 ഞാൻ കൊടുക്കാം. ഫസ്റ്റത്തെ ആളുടെ എന്നുള്ള അർത്ഥത്തിൽ പൈ ഇൻറ്റു ഫസ്റ്റത്തെ ആളുടെ റേഡിയസ് R1 ആണെങ്കിൽ R1² ഇൻറ്റു അയാളുടെ ഹൈറ്റ് H1. രണ്ടാമത്തെ ആളുടെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു R2² ഇൻറ്റു H2. ഓക്കെ, ഇവർ രണ്ട് പേര് തമ്മിലുള്ള റേഷ്യോ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളുണ്ട്. രണ്ട് പേരുടെ റേഡിയസ് R1ഉം R2ഉം തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. H1ഉം H2ഉം തമ്മിലുള്ള റേഷ്യോ 9:4 ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താ? പൈ R1² H1ഉം പൈ R2² H2ഉം തമ്മിലുള്ള റേഷ്യോ ആണ് അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈ രണ്ട് സ്ഥലത്തും കട്ട് ചെയ്യാം, കാരണം രണ്ട് റേഷ്യോയിൽ സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്, അവിടെ റെലവൻസ് ഇല്ല, കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് R1² R2². R1ഉം R2ഉം 2:3 ആണ്.
അപ്പോൾ R1 സ്ക്വയറിന് പകരം എനിക്ക് 2 സ്ക്വയർ എന്നും R2 സ്ക്വയറിന് പകരം എനിക്ക് 3 സ്ക്വയർ എന്നും കൊടുക്കാം. അത് റേഷ്യോ അല്ലേ, കട്ട് ചെയ്ത് പോയിക്കോളും. അല്ലെങ്കിൽ R1 സ്ക്വയറും R2 സ്ക്വയറും തമ്മിൽ നോക്കുകയാണെങ്കിൽ 2 സ്ക്വയറും 3 സ്ക്വയറാണ് വരിക. ഇനി H1 H2, H1 പകരം ഞാൻ 9 കൊടുക്കുന്നു, H2 പകരം 4 കൊടുക്കുന്നു. ഈ റേഷ്യോസ് ആണ് ഞാൻ ബേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് വരും 2 സ്ക്വയർ 4 ആണ് ഇൻറ്റു 9 3 സ്ക്വയർ 9 4, അഥവാ 4 9 36 36. രണ്ടിലും കോമൺ 36 ഉണ്ട്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1:1 എന്ന് വരും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും വോളിയംസ് എന്താണ്, ഈക്വൽ ആണെന്നുള്ള. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പല സ്കൂളുകളും പല രീതിയിലായിരിക്കും പഠിപ്പിച്ച്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. അത് നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഉള്ള ആൾക്കാരെ, എന്നുവെച്ചാൽ ഫാക്ടേഴ്സായി വരുന്ന ആൾക്കാരെ റേഷ്യോൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി കുറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതിൽ ഓരോന്നും ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ച് R1നെ R2ൻ്റെ ടേംസിലാക്കി, H1നെ H2ൻ്റെ ടേംസിലാക്കി, എന്നിട്ട് രണ്ട് സൈഡ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം. അതിനേക്കാൾ എളുപ്പം ഇതാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ 1:1 ആൻസർ രണ്ടും ഈക്വൽ ആണെന്നുള്ളതാണ്. റേഷ്യോ 1:1 ആണ്. ഇനി ഒരേ വ്യാപ്തമുള്ള വൃത്തസ്തംഭങ്ങളുടെ പാദത്തിന്റെ ആരം 1:2 എന്ന അംശബന്ധത്തിലാണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എന്താണ്? ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കാണ്. കാരണം ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്തത് അതിനെ റിവേഴ്സ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പറഞ്ഞതിനെ റിവേഴ്സ് ചെയ്ത് ചോദിച്ചു. കാരണം ഞങ്ങൾ നോക്കിയേ, ഇവിടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോയും ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോയും തന്നിട്ട് വോളിയം തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ നിങ്ങളുടെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, വ്യാപ്തം സെയിം ആണ് അല്ലെങ്കിൽ ഒരു വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വോളിയം 1:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എന്ത് ചെയ്താൽ മതി, അറിയാത്ത ആളാണ് H1:H2 എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പൊ ഇവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടുപേരുടെയും വോളിയംസ് അവിടെ ഈക്വൽ ആണെന്ന് കൊടുത്താൽ മതി. ഈക്വൽ എന്ന് കൊടുത്തിട്ട് ഇവിടെ തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യാം, ചെയ്താൽ മതി. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. നിങ്ങളും കൂടി വർക്കൗട്ട് ചെയ്യുക. എന്നാലേ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാം ഈസിയാണ്, എല്ലാം അറിയാം, ഇതൊക്കെ അറിയുന്നതാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കിയെങ്കിലേ കാര്യം വർക്കൗട്ട് ആവും. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ABC എന്ന ത്രികോണത്തിൽ AB is equal to 7 cm, ആംഗിൾ A is equal to 40, ആംഗിൾ B is equal to 50, ത്രികോണം വരച്ച് പരിവർത്തനം വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതിൽ ഒരു സൈഡും തന്നിട്ടുണ്ട്, ആ സൈഡിന്റെ 2 എൻഡിൽ വരുന്ന ആംഗിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കുക. സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ കോർണേഴ്സിലും കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യാനുള്ള ഐഡിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ആ 7 cm വരുന്ന AB വരയ്ക്കുക. AB 7. ഓക്കെ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് 7 cm പ്ലോട്ട് ചെയ്യാം. ഇനി പ്രൊട്രാക്ടറിൽ ഇവിടെ നിന്ന് ഒരു 40 ഡിഗ്രി എന്ത് ചെയ്യുക, ഒരു 40 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ ലെങ്ത്തിൽ, എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതിൻ്റെ ലെങ്ത് എത്രയാണ്, അപ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടി വരയ്ക്കാം. അതുപോലെ ഇവിടുന്ന് 50 എന്ന് പറയുന്ന ആംഗിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്തിട്ട് ആ 50 വരുന്ന ലൈനും വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റ് ആണ് അതിൻ്റെ വരുന്ന തേർഡ് വെർട്ടെക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിൾ കിട്ടി. ഇനി എന്താ വേണ്ട, ഇയാളുടെ സർക്കിൾ പരിവർത്തനം വരയ്ക്കാൻ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. പിന്നെ ഈ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഞാൻ വരച്ചു, അതുപോലെ ഈ ഒരു സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഞാൻ വരച്ചു. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായിരിക്കും നമുക്ക് ഇനി വരയ്ക്കേണ്ട സർക്കിളിന്റെ സെന്റർ. പക്ഷേ ഇവിടെ എന്താണ്, ഓൾറെഡി റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇനി ജനറലി എവിടെ ഏത് ട്രയാങ്കിളിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ജനറൽ മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രണ്ട് സൈഡിന്റെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിന്റെ വരക്കാം, അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് വരക്കാം, അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് വരക്കാം, അല്ലെങ്കിലോ ഈ രണ്ട് സൈഡ്, ഏതെങ്കിലും രണ്ട് സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിലാണ് നമ്മൾക്ക് വരയ്ക്കേണ്ട സർക്കം സെന്ററിന്റെ സെന്റർ വരിക. ആ സെന്ററിൽ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് സർക്കിൾ പ്ലോട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് എന്തായാലും മിസ്സാക്കരുത്. കാരണം കൺസ്ട്രക്ഷൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാവുന്ന സംഭവമാണ്. ക്ലിയർ അല്ലേ? റെഡി ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മോഡുലസ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. mod x minus 2 is equal to 3 ആയാൽ x ഏതൊക്കെ സംഖ്യകളാണ്? If mod x minus 2 is equal to 3, then what is x? അപ്പോൾ mod x minus 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മോഡുലസിന്റെ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. mod x minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x എന്ന് പറയുന്ന പോയിന്റും അല്ലെങ്കിൽ x എന്ന് പറയുന്ന വാല്യൂം 2 എന്ന് പറയുന്ന വാല്യൂം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ മോഡുലസിന്റെ അകത്ത് 3 ആണ് വരുന്നതെങ്കിൽ mod 3 is equal to 3 എന്നുള്ള ആൻസർ കിട്ടും. മോഡിന്റെ അകത്ത് -3 ആണ് വരുന്നതെങ്കിലും ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ ഇവിടെ ഇതിന്റെ അകത്തുള്ള x minus 2ന്റെ വാല്യൂ 3 ആണെങ്കിലും ആൻസർ 3 കിട്ടും. x minus 2ന്റെ വാല്യൂ -3 ആണെങ്കിലും ആൻസർ 3 കിട്ടും. അപ്പോൾ x minus 2 അപ്പോൾ ആരൊക്കെ ആവാം? ഒന്നെങ്കിൽ x minus 2 is equal to 3 ആവാം, അല്ലെങ്കിൽ x minus 2 is equal to -3 ആവാം.
രണ്ടാണെങ്കിലും മോഡുലസ് ഉള്ളത് കൊണ്ട് ഫൈനൽ ആൻസർ 3 ആണ് വരിക. അപ്പോൾ x - 2 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? -2 അങ്ങോട്ട് പോയാൽ 3 + 2 5 എന്ന് വരും. x - 2 - 3 ആണെങ്കിലോ x അങ്ങോട്ട് -2 അങ്ങോട്ട് പോയാൽ +2 ആയിട്ട് മാറും. അപ്പോൾ -3 + 2 -1 ആയിട്ട് വരും. അപ്പോൾ x -1 ആണ് ഇവിടെ വരിക. x 5 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും എക്സിന്റെ വാല്യൂ -1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? mod x - 2 3 കിട്ടും. കാരണം സിമ്പിൾ ആണ്. എക്സിന് 5 ആണെങ്കിൽ 5 - 2 3 mod 3 3 വരും. x -1 ആണെങ്കിൽ -1 - 2 -3 mod -3 3 സെയിം ആൻസർ കിട്ടും. റെഡി അല്ലേ? അടുത്തത് mod x - 2 mod x - 8 ആയാൽ mod x - 2 + mod x - 8 ഏത് സംഖ്യയാണ്? Okay, if mod x - 2 mod x - 8, then what is mod x - 2 + mod x - 8? അപ്പോൾ ഈ mod x - 2 എന്ന് പറയുന്നത് എന്താ? എക്സിൽ നിന്ന് 2 ഡിസ്റ്റൻസ് ആണ്. mod x - 8 എന്ന് പറയുന്നത് എന്താ? എക്സിൽ നിന്ന് 8 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ x എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 2 ഡിസ്റ്റൻസും x എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 8 ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? 2നും 8നും കറക്റ്റ് സെൻട്രൽ ആണ് ആര് കിടക്കുന്നത്? x കിടക്കുന്നത് അല്ലേ? കറക്റ്റ് സെൻട്രല്ലേ? അപ്പോൾ നിങ്ങൾ നമ്പർ ലൈനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 8 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ കറക്റ്റ് സെൻട്രൽ വരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? അത് 5 ആയിരിക്കണ്ടേ? കാരണം 2 3 4 6 7 നിങ്ങൾ നോക്കിയേ, 2ൽ നിന്ന് 5ലോട്ട് 1 2 3 യൂണിറ്റ്സ് ആണ്, 8ൽ നിന്നും 1 2 3 യൂണിറ്റ്സ് ആണ്. അപ്പം ഈ 5 എന്ന് പറയുന്ന ആൾ ആരായാൽ എക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, എക്സിൽ നിന്ന് 2ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്ന് 8ലോട്ടുള്ള ഡിസ്റ്റൻസും രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ mod x - 2 = mod x - 8 എന്ന് പറഞ്ഞാൽ 8ന്റെയും 2ന്റെയും മിഡ് പോയിന്റ് ആയിട്ട് സെൻട്രൽ വരുന്ന പോയിന്റ് ആണ് എക്സ് ആയിട്ട് വരിക. അത് 5 ആണ്. എക്സിന്റെ വാല്യൂ 5 ആണ്. ഇനി ചോദിച്ചതല്ല, അങ്ങനെയാണെങ്കിൽ mod x - 2 mod x - 8 എത്രയാണെന്നാ? അപ്പോൾ എക്സ് 5 ആയതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന്റെ ആവശ്യം ഉണ്ടെന്നില്ല. mod x - 2 എന്ന് പറഞ്ഞാൽ 2ഉം x തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. mod x - 8 എന്ന് പറഞ്ഞാൽ 8ഉം x തമ്മിലുള്ള ഡിസ്റ്റൻസ് അതും 3 ആണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഉള്ള ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ ഈ 3ഉം 3ഉം ആഡ് ചെയ്താൽ ടോട്ടൽ നിങ്ങൾ നോക്കിയാൽ 6 അല്ലേ വരിക? 1 2 3 4 5 6. അപ്പോൾ mod x - 2 mod x - 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാണ് വരിക? 6 ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, if mod x - 2 + mod x - 8 = 6, then find the integer value of x. അതായത് നേരത്തെ പറഞ്ഞത് mod x - 2 mod x - 8 ഈക്വൽ ആവണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് എക്സ് മിഡ് പോയിന്റ് ആണ് എന്നുള്ള അസംഷനിൽ നമ്മൾ എത്തിയത്. ഇവിടെ അതൊന്നും പറയുന്നില്ല. അവർ തമ്മിലുള്ള ഈ എക്സിൽ നിന്ന് 2ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്ന് 8ലോട്ടുള്ള ഡിസ്റ്റൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സിന് ഏത് ഇൻഡിജർ വാല്യൂസ് വരാം എന്നാണ്. നിങ്ങൾ നോക്കിയേ, എക്സിൽ 3 വന്നൂടെ? കാരണം 3ൽ നിന്ന് 2ലോട്ടുള്ള ഡിസ്റ്റൻസ് 1 ആണ്. 3ൽ നിന്ന് 8ലോട്ടുള്ള ഡിസ്റ്റൻസോ 1 2 3 4 5 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ്, ഇങ്ങോട്ട് 1 ആണ്. 5 + 1 6 കിട്ടും. അപ്പോൾ എക്സിന് 3 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ അല്ലേ? എക്സ് = 3 വരാം, കുഴപ്പമില്ല. ഇനി എക്സിന് 4 വന്നൂടെ? വരാം. കാരണം എന്താ? നിങ്ങൾ നോക്കിയേ, 2ൽ നിന്ന് 4ലോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണ്, 4ൽ നിന്ന് 8ലോട്ടുള്ള ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ ഈ 2ഉം 4ഉം എഴുതാൽ അതും 6 ആണ്. അപ്പം എക്സിന് എന്ത് ചെയ്യാം? 4 എന്നുള്ള വാല്യൂ വരാം. ഈ എക്സിന് അപ്പം എന്ത് ചെയ്യാം? 5 എന്നുള്ളത് വരാം. എക്സിന് 6 വരാം, എക്സിന് 7 വരാം. ഇനി വേണമെങ്കിൽ എക്സിന് 2 വരാം. കാരണം എന്താ? എക്സ് 2 ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഈ 2 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ mod 2 - 2 + mod 2 - 8 എന്ന് വരും. 2 - 2 ഇയാൾ എന്തായി 0 ആയിട്ട് മാറി. ബാക്കി എന്താ? mod 2 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mod -6 അഥവാ 6 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂസും വരാം, വേണമെങ്കിൽ എക്സിന് 8 എന്ന് പറയുന്ന വാല്യൂം വരാം. വന്നൂടെ? കാരണം x 8 ആയി കഴിഞ്ഞാൽ mod x - 8 0 ആയിട്ട് മാറും. പക്ഷേ mod x - 2 എന്ന് പറയുന്ന വാല്യൂ 8 - 2 6 ആയിട്ട് വരും. അപ്പോൾ 2 3 4 5 6 7 8 ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും mod x - 2 + mod x - 8 എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ വാല്യൂ ആൻസർ 6 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു മോഡുലസ് എന്ന് പറയുന്ന ഐഡിയ, അത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയയിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉണ്ടായാൽ മതി, ആ ലോജിക്ക് ഉണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ വക്കുകൾ 10 സെന്റിമീറ്റർ നീളമുള്ളവയാണ്. സ്തംഭത്തിന്റെ ഉയരം 20 സെന്റിമീറ്റർ ആണ്. സ്തംഭത്തിന്റെ വ്യാപ്തം എത്ര? ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്ര? ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് കാരണം സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഐഡിയാസ് ഞാൻ പറയാം.
height of a wooden square prism is 20 centimeter and length of a base edge is 10 centimeter. What is its volume? വോളിയം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ നമ്മൾ പല ടൈപ്പിന്റെ വോളിയം കണ്ടിട്ടില്ലേ. വോളിയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ എന്താണ്, താഴെ സ്ക്വയർ ആണ്, സ്ക്വയർ പ്രിസം ആണ്, അതിന്റെ എഡ്ജ് എത്രയാണ്, 10 ആണ്. അപ്പോൾ ബേസിന്റെ ഏരിയ എന്താ, 10 സ്ക്വയർ 100 ആണ്. ഹൈറ്റോ 20 ആണ്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടൂലേ, കിട്ടും. ഓൾറെഡി മുന്നേ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിൽ തന്നതാണ്. സെയിം ടൈപ്പ് റിപ്പീറ്റേഷനാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ലാർജ് സിലിണ്ടർ ദാറ്റ് ക്യാൻ ബി കൗണ്ട് ഔട്ട് ഫ്രം ദ അബോവ് സ്ക്വയർ പ്രിസം. അതിന്റെ ഐഡിയ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ പ്രിസം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ സ്ക്വയർ പ്രിസം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സിലിണ്ടറിന്റെ ആ ടോപ്പ് ഫേസ് ഇങ്ങനെ ആയിരിക്കും എടുക്കുക, അല്ലേ, താഴെ ഉണ്ടാവും ഇങ്ങനെ. ഇതാണ് ആ സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്താ, അതിന് ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്, അല്ലേ. അപ്പൊ ഇയാളുടെ റേഡിയസ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കും, സൈഡ് 10 ആണെങ്കിൽ ഇയാളുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10ൽ ഹാഫ് 5 ഉണ്ടാവുള്ളൂ റേഡിയസ് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയസ് കിട്ടിയാൽ ഇയാളുടെ ബേസിന്റെ ഏരിയ πr സ്ക്വയർ കിട്ടും. ഇനി ഇയാളുടെ വോളിയം കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്, πr സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് h കിട്ടണം. ഇയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഹൈറ്റ് എന്താണോ അത് തന്നെയാണ് ആ സിലിണ്ടറിന്റെയും ഹൈറ്റ് ആയിട്ട് വരിക. സോ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ക്വയർ പ്രിസത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. റെഡി അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ABC ഒരു സമഭുജ ത്രികോണമാണ്. ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമാണ്. ത്രികോണം വൃത്തത്തെ 3 ചാപങ്ങളായി മുറിക്കുന്നു. ഒരു ചാപത്തിന്റെ നീളം 10 π സെന്റിമീറ്റർ ആണ്. ABC is an equilateral triangle and O is the circumcenter of the triangle. Triangle divides the circle into 3 arcs. Length of one arc is 10 π centimeter. Okay. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റി ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ്. സോ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ തന്നെ ഓരോ ആംഗിളും 60 60 60 ഒക്കെ ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. ഇനി പറഞ്ഞിട്ടുള്ള എന്താ, ഇവിടെയുള്ള ഈ ഒരു ആർക്കിന്റെ ലെങ്ത് എത്രയാണ്, 10 π സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 π. അയാൾ 10 π ആണെങ്കിൽ ഈ ലെങ്ത്തും 10 π ആയിരിക്കും, ഈ ലെങ്ത്തും 10 π ആയിരിക്കും, അല്ലേ. കാരണം ഈ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് ഇത് വരിക. കാരണം ഇത് ഇക്വലേറ്റർ ട്രയാങ്കിളാ. അയാൾ എന്ത് ചെയ്യും, ഇത് മൂന്നിനെ ഇങ്ങനെ ഈക്വൽ ആയിട്ടാണ് പാർട്ട് ചെയ്യുക. കാരണം ഇവരുടെയൊക്കെ സെൻട്രൽ ആംഗിൾ, ഇവിടെ വരുന്ന ആംഗിൾ ആയിക്കോട്ടെ, ഇവിടെ വരുന്ന ആംഗിൾ, ഈ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളത്. റെഡി. അപ്പോൾ ഇവിടെ ഞാൻ അടുത്ത എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്, വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ പെരിമീറ്റർ എന്താ, നിങ്ങൾ നോക്കിയ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ലെങ്ത് ആണ്. അപ്പോൾ 10 π 10 π 10 π, അപ്പോൾ ടോട്ടൽ എന്താ വരിക, 10 π + 10 π + 10 π എന്ത് വരും, 30 π എന്ന് വരും. പെരിമീറ്റർ അപ്പോൾ എന്തായിരിക്കും, പെരിമീറ്റർ P is equal to 30 π centimeters. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ AOC എത്രയാണ്, വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC. AOC എന്ന് പറയുന്ന ഇയാളുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാതെ ഈക്വൽ ആയിട്ടുള്ള 3 ആർക്കുകളായിട്ട് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള 3 ആർക്കുകളായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ആംഗിൾ എത്രയായിരിക്കും, ഇത് 120 ആയിരിക്കും. ഇനി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 120 ആയിരിക്കും, ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും 120 ആയിരിക്കും. സോ 120 120 120 എന്നുള്ള രീതിയിലാണ് വരിക. 120 120 120. റെഡി അല്ലേ? സോ ആംഗിൾ എത്രയായിരിക്കും, ആംഗിൾ AOC is equal to 120 ഡിഗ്രി. റെഡി. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ടോട്ടൽ വരുന്ന സർക്കിളിന്റെ 1/3 ആയിരിക്കില്ല ഇത്. അതായത് ആ ടോട്ടൽ സർക്കിളിനെ 3 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണമാണിത്. ടോട്ടൽ സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ ആണെങ്കിൽ അതിനെ 3 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണം. അപ്പോൾ 1/3 × πr സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക, πr സ്ക്വയർ / 3 എന്ന് വരും. ഇനി πr സ്ക്വയറിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആറിന്റെ വാല്യൂ കിട്ടണം. ആറിന്റെ വാല്യൂ എങ്ങനെ കിട്ടുക, നമുക്കറിയാം ഇയാളുടെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 π ആണെന്ന് അറിയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr. അപ്പോൾ 2πr is equal to 30 π ആണെന്ന് നമുക്കറിയാം. പൈ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റേഡിയസ് മാത്രം ഇവിടെ നിർത്തിയാൽ ആ 2 അങ്ങോട്ട് പോയാൽ 30 π to 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് എത്രയാണ്, 15 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം. പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു 15 സ്ക്വയറിന് ഞാൻ 15 × 15 ആക്കി ബൈ 3. ഒന്നുമില്ല, ആ 3നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 15ഉം 3ഉം ഡിവൈഡ് ചെയ്താൽ 5 ആയിട്ട് മാറും. 5 × 15 75 π എന്ന് വരും. 75 π സെന്റിമീറ്റർ സ്ക്വയർ. 75 π സെന്റിമീറ്റർ സ്ക്വയർ. അതായിരിക്കും എന്ത്,
ഇയാളുടെ ഏരിയ. അപ്പൊ ഇനി അടുത്ത ഈ ഒരു ആർക്കിന്റെ ഏരിയ എന്തായിരിക്കും 75 പൈ, ഇയാളുടെ എന്തായിരിക്കും 75 പൈ. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ ആംഗിൾ കാണാം. അപ്പൊ ആക്ച്വലി ഇതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. എന്താ ഇക്വേഷൻ? നമുക്ക് വേണ്ട ഇവിടുത്തെ ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ 120 ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഏരിയ കിട്ടും. ഇതാണ് ആക്ച്വലി ഇക്വേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സ് ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷെ 120/360 ചെയ്ത് കഴിഞ്ഞാലോ എന്തിനാണ് കിട്ടുക? 120 360 കട്ട് ചെയ്തിട്ട് 1/3 തന്നെയാണ് കിട്ടുക. ആ 1/3 കുറച്ചും കൂടെ ലോജിക്കലി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിട്ട് കിടക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ഇത് പെരിമീറ്റർ ആണെങ്കിലും ഇതുപോലെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ തന്ന് റേഡിയസ് ഒക്കെ തന്നിട്ട് ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് ചോദിക്കുക. പെരിമീറ്റർ ഉദ്ദേശിച്ച് ഈ ഒരു ആർക്ക് ലെങ്ത് ആണ് വിചാരിക്കുക. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇത് തന്നെയാണ് 120/360 ഇൻറ്റു ടോട്ടൽ പെരിമീറ്റർ 2πr. അഥവാ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും x/360 ഇൻറ്റു 2πr എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ആ ഇക്വേഷൻസിനെ കുറച്ചും കൂടി ലോജിക്കലി നമ്മൾ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. അത്രേ ഉള്ളൂ അല്ലെ? വെറുതെ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ എന്ത് ചെയ്യണ്ട, ചെയ്തു പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. റെഡി? യെസ്. അടുത്തത് 71, 78, 75, 80, AB എന്നീ സംഖ്യകളുടെ മാധ്യം 80 ആണ്. A+B എത്രയാണ്? A-B = 10 എങ്കിൽ AB ഇവ ഏത് സംഖ്യകളാണ്? ഹോംവർക്ക്. കാരണം ഞാൻ 2 ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട ഐഡിയ ഞാൻ പറയാം. ഞാൻ നേരത്തെ മുന്നേ നമ്മളൊരു എക്സ് വരുന്ന സമയത്ത് ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 7, 9, 11 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ വന്ന് ഒരു എക്സ് വന്നപ്പോൾ ഞാൻ ചെയ്യേണ്ട ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? അതിലുള്ള ഇവരുടെ എല്ലാവരുടെ സമ്മ് കാണുക, +A+B ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മീൻ കിട്ടും, 80 കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് A+B വാല്യൂ കിട്ടും. മനസ്സിലായോ? A+B വാല്യൂ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ A-B തന്നിട്ടുണ്ട്. അപ്പോൾ A+B = എന്നൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. A-B കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A-B 10 ആണെന്നുള്ള 2 ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഇക്വേഷൻസ് 2 സംഭവം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എന്റെ വാല്യൂ കിട്ടും, എ കിട്ടി കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത്, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് P എന്നെടുത്താൽ ഒരു വശത്തിന്റെ നീളം എന്താണ്? The perimeter of a square is P. What is the length of its sides? ഇപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട് വിചാരിക്കാം. സ്ക്വയറിന്റെ ഒരു സൈഡ് A ആണെങ്കിൽ എല്ലാ സൈഡും എന്താണ്? A ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അയാളുടെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ A+A+A+A അഥവാ 4A ആണ് അല്ലെ? 4A ആണ് പെരിമീറ്റർ വരിക. ഇനി ഒരു വശത്തിന്റെ നീളം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എ എടുത്തു. ആ എ എന്നുള്ളത് നമ്മൾ എടുത്തതാ, ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആരാ? പെരിമീറ്റർ ആണ്, ചുറ്റളവ്. ആ പീന്റെ ടേംസിൽ വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, അതിന്റെ ഒരു സൈഡ് പറയാനേ. അപ്പൊ P = 4A ആണെങ്കിൽ A = എന്താണ്? 4 ഇങ്ങോട്ട് വന്നാൽ P/4 വരും. P/4. സോ A = P/4. അപ്പോൾ ഒരു സൈഡ് എത്രയാന്ന് ചോദിച്ചാൽ P/4 ആണെന്ന് പറയാം. കാരണം ഈ A എന്നുള്ളത് ഇപ്പോൾ അത് ഞാൻ എടുത്തതാണ്. ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ എക്ക് പകരം എക്സ് എടുക്കാം. ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ A എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മൾ എടുക്കുന്നതാണ്. ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുള്ള ആളെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. സോ P/4 എന്ന് വരും. അടുത്തത്, പരപ്പളവ് A എന്ന് എടുത്താൽ എയും പിയും തമ്മിലുള്ള ബന്ധം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ പരപ്പളവ് A എന്ന് എടുത്തു എന്ന് വിചാരിക്കാം, ക്യാപിറ്റൽ A. അപ്പോൾ എന്താണ് പരപ്പളവ്? ഏരിയ. ഏരിയയാണ് സംഭവം. അപ്പോൾ ഏരിയ = ഇവിടെ ഉള്ളത് പറയുന്നുണ്ട്, ഇഫ് ഏരിയ ഈസ് ടേക്കൺ ആസ് A, ക്യാപിറ്റൽ A, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ A ആൻഡ് P. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ a സ്ക്വയർ ആണ്. ഒരു സൈഡിന്റെ സ്ക്വയർ, അതാണ് ഒരു സ്ക്വയറിന്റെ ഏരിയ വരിക. അപ്പൊ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ a ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ P/4 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P/4 സ്ക്വയർ എന്ന് പറയാം അല്ലെ? എക്ക് പകരം P/4 കൊടുക്കും. അപ്പോൾ P-യുടെ സ്ക്വയർ P² ആണ്, 4ന്റെ സ്ക്വയർ 60 ആണ്. അപ്പൊ ഏരിയ = P²/60. ഏരിയ = P²/60. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പരപ്പളവിന് ആനുപാതികമായ അളവ് ഏത് ആനുപാതിക സ്ഥിരം എന്താണ്? വാട്ട് ഈസ് ദ മെഷർ, വിച്ച് മെഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ആൻഡ് വാട്ട് ഈസ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏരിയ = P²/60 ആണ്. അപ്പോൾ അവിടെ ഏരിയ എന്ന് പറയുന്ന ആൾ എന്തിന് പ്രൊപ്പോർഷൻ ആണ്? P² പ്രൊപ്പോർഷൻ ആണ്. ഇത് മുന്നേ ഞാൻ സിമിലർ ക്വസ്റ്റ്യൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ഏരിയ P² പ്രൊപ്പോർഷനല്ല. അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആരാ? അത് 1/16 ആണ് അല്ലെ? കാരണം ഇത് P² × 1/16 ആണ്. ആക്ച്വലി P²/16 ആയിട്ട് മാറാം. അപ്പോൾ അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് 1/16 ആണ്. ഏരിയ എന്ന് പറയുന്നത് P² പ്രൊപ്പോർഷൻ ആണ്, പിയോടല്ല P² പ്രൊപ്പോർഷൻ ആണ്. റെഡി അല്ലേ? സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തതാണ്, എന്നാൽ ഞാൻ ഒന്നും കൂടെ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കാണിച്ചു തന്നതാണ്. അടുത്തത്,
15 സെന്റിമീറ്റർ ഉയരമുള്ള സ്തംഭത്തിന്റെ പാദം ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ വീതം നീളമുള്ളവയാണ്. സ്തംഭത്തിന്റെ വ്യാപ്തം എന്താണ്? Okay, height of a prism is 15 centimeter. Its base is a right triangle and the perpendicular sides of the triangle are of length 6 centimeter and 8 centimeter. What is the volume of the prism? നിങ്ങൾ ചെയ്താൽ മതി കാരണം എന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ബേസ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഒരു സൈഡ് 6 ഒരു സൈഡ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസിന്റെ ഏരിയ കിട്ടാൻ ഹാഫ് BH അല്ലെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, 8ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹാഫോട് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ ബേസിന്റെ ഏരിയ കിട്ടും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. ഞാൻ മുന്നേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്, അതിന് മുന്നേ 2-3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത്, ബേസിന്റെ ഏരിയ കാണുക, ഇയാളുടെ ഏരിയ കാണുക, ഇൻറ്റു ഹൈറ്റ് തന്നിട്ടുണ്ട്, ഹൈറ്റ് 15 ആണ്, ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഇനി സ്തംഭത്തിന്റെ പാർശ്വമുഖ പരപ്പളവ് കണക്കാക്കുക. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദി പ്രിസം. ലാറ്ററൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേസിന്റെ പെരിമീറ്റർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 8 6 ഈ സൈഡും കൂടി കിട്ടണം. ഈ സൈഡിന്റെ ലെങ്ത് എത്രയാണ് വരിക? ഇത് 6ഉം 8ഉം ആണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ സൈഡ് 10 ആണെന്ന് കിട്ടും അല്ലേ? പൈതഗോറസ് തിയറം ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് 10 ആണെന്ന് കിട്ടും. അപ്പോൾ ബേസിന്റെ പെരിമീറ്റർ 6 8 10 കിട്ടി. ആഡ് ചെയ്താൽ മതി. ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? പാർശ്വമുഖ പരപ്പളവ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയയും കിട്ടി അല്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നത്. റെഡി അല്ലേ? അടുത്തത്, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 2:2:3 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് 12 സെന്റിമീറ്റർ. ത്രികോണം വരയ്ക്കുക. അപ്പോൾ the sides of a triangle are in the ratio 2:2:3 and its perimeter is 12 centimeter. Draw the triangle എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 12 സെന്റിമീറ്റർ ആണ്, അതിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:2:3 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം തന്നെ ഒരു 12 സെന്റിമീറ്റർ വരുന്ന ലൈന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഈ AB എന്ന് പറയുന്ന ലൈന് 12 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആംഗിളിൽ ഒരു ലൈന് പ്ലോട്ട് ചെയ്യാം. ആ ലൈൻ നിങ്ങൾക്ക് ഏത് ലെങ്ത്തിൽ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ, ഇവിടെയുള്ള റേഷ്യോ 2:2:3 അല്ലേ? 2 + 2 4 4 + 3 7. അപ്പോൾ ഒരു 7 സെന്റിമീറ്ററിൽ ഒരു ലൈൻ എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് ഒരു 2 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് അടുത്ത 2 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യുക, ഇവിടുന്ന് 3 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് 2 2 3 എന്നുള്ളതാണ്. അഥവാ ഇവർ തമ്മിലുള്ള റേഷ്യോ 2:2:3 ആയിരിക്കും. ഇനി അത് എൻഡ് ചെയ്യുന്ന 7 സെന്റിമീറ്റർ എൻഡ് ചെയ്യുന്ന പോയിന്റും ആദ്യം വരച്ചിട്ടുള്ള 12 സെന്റിമീറ്റർ എൻഡ് ചെയ്യുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന് പാരലായിട്ട് നിങ്ങൾക്ക് പ്രൊട്രാക്ടറും സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചാൽ മതി. ഇയാൾക്ക് പാരലായിട്ട് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനും ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനും പ്ലോട്ട് ചെയ്യാം. ഈ രണ്ട് ലൈൻസ് ഈ 12 സെന്റിമീറ്റർ ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്ത കാര്യം 12 സെന്റിമീറ്റർ വരച്ചു, 7 സെന്റിമീറ്റർ വരച്ചു, 7 2 2 3 എന്ന് മാർക്ക് ചെയ്തു. എൻഡ് ചെയ്യുന്ന പോയിന്റും ഇവിടെ എൻഡ് ചെയ്യുന്ന പോയിന്റും നമ്മൾ ജോയിൻ ചെയ്തു. ബാക്കിയുള്ള ഈ 2 പോയിന്റ്സിലൂടെ ഈ ലൈനിന് പാരലായിട്ട് 2 ലൈൻസും കൂടെ എന്ത് ചെയ്തു, വരച്ചു. ഇനി ഇവിടെ ഉള്ളത് 2:2:3 എന്നുള്ള റേഷ്യോയിലാണ്. ഇതുകൊണ്ട് ഇവിടെയുള്ള ഈ റേഷ്യോയും 2:2:3 ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഈ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെയുള്ള റേഷ്യോ എന്താണോ അതേ റേഷ്യോയിൽ ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ടോട്ടൽ 12 ആണ്. ആ 12നെ 2:2:3 എന്ന് പറയുന്ന 3 പാർട്ടാക്കി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലെങ്ത് അവിടെ തന്നെ കീപ്പ് ചെയ്യുക. കോമ്പസ് എടുക്കുക. കോമ്പസ് ജിയിൽ കുത്തിയിട്ട് B വരെയുള്ള ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒരു ആർക്ക് പ്ലോട്ട് ചെയ്യുക. സിമിലർലി കോമ്പസ് Fൽ കുത്തിയിട്ട് A വരെയുള്ള ലെങ്ത് മെഷർ ചെയ്തിട്ട് ആ ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് എന്താ, GP എന്ന് പറയുന്ന ലെങ്ത് ഈ GB എന്ന് പറയുന്ന ലെങ്ത്തിന് ഈക്വൽ ആണ്. FP എന്ന് പറയുന്ന ലെങ്ത് FA എന്ന് പറയുന്ന ലെങ്ത്തിന് ഈക്വൽ ആണ്. FG എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ ഇയാളുടെ പെരിമീറ്റർ നോക്കുമ്പോൾ അത് 12 ആയിരിക്കും. ഇവർ തമ്മിലുള്ള റേഷ്യോസ് നോക്കുമ്പോൾ ഇത് 2 2 3 ആയതുകൊണ്ട് ഇവർ തമ്മിലുള്ള റേഷ്യോയും 2:2:3 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. മീൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനിയും എന്തുണ്ട്, നമ്മുടെ ഇപ്പോൾ മോഡൽസ് നേരത്തെ കണ്ടതുപോലത്തെ സിമിലർലി മോഡൽസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലത്തെ പാരലി വരുന്ന നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ സിമിലാരിറ്റി വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം കൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിമിലർ ആയിട്ട് കൺസ്ട്രക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സോളിഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത സിമിലർ ടൈപ്പ് തന്നെയാണ്. അതിൽ നിന്ന് ലേശം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്കുള്ള വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു PDF എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ
എക്സാം ബൈൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ, നാനത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ ജോയിൻ ചെയ്യാം. അവിടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നോട്ട്സും അതുപോലെ തന്നെ ഇനിയുള്ള ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട്സും എന്ത് ചെയ്യും, നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ ഇനി ഒരു 10 മണിക്കൂറും കൂടെ എടുത്തിട്ട് ഞാൻ ഇത് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തെങ്കിലേ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പല ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ബെറ്റർ ആവാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആവാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ബൈ ബൈ ആൻഡ് സി യു.